بسم الله الرحمن الرحيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم قل هذه سبيلي أدعو إلى الله على بصيرة أنا ومن اتبعني وسبحان الله وما أنا من المشركين പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വാക്കുകൾ ശ്രദ്ധിക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, നാട്ടുകാരെ, സർവാധിനാഥനായ നമ്മെ ഏവരെയും പോറ്റി വളർത്തുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്വ കൈവിടാതെ ജീവിക്കാൻ ശ്രമിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശ വ്യതിരിക്തത എന്ന വിഷയത്തിലുള്ള മുഖാമുഖം പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ചോദ്യോത്തരങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് വിഷയത്തിന്റെ മർമ്മപ്രധാനമായ വശങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു വിഷയാവതരണം വേണമെന്ന് സംഘാടകർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ എഴുന്നേറ്റ് നിൽക്കുന്നത്. എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയാദർശങ്ങളുടെ പ്രത്യേകത? മറ്റു പ്രസ്ഥാനങ്ങളിൽ നിന്നും ഇസ്ലാഹി പ്രസ്ഥാനത്തെ വേറിട്ടു നിർത്തുന്നത് അതിന്റെ ആശയപരമായ പ്രത്യേകത ഒന്നു മാത്രമാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയം ഖുർആനിൽ നിന്നും നബിചര്യയിൽ നിന്നും അതുപോലെ സഹാബികളും താബികളും താബികളുമാകുന്ന സലഫുകളുടെ നടപടിക്രമങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. പിൽക്കാലത്തുണ്ടായിട്ടുള്ള മാമൂലുകൾക്കോ നാട്ടാചാരങ്ങൾക്കോ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ യാതൊരു സ്വാധീനവും ഇല്ല. അതുകൊണ്ട് ഖുർആനിലുള്ളതായി റസൂലിന്റെ ഹദീസിലുള്ളതായി ആദ്യകാല മുസ്ലിമീങ്ങൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയാൽ ആ ആശയം, ആ ആദർശം അതേതാണോ അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയാദർശങ്ങൾ. എന്തെങ്കിലും പുതിയത് ജനങ്ങളെ മുമ്പിൽ പറയുവാൻ മുജാഹിദ് പ്രസ്ഥാനം ഉദ്ദേശിക്കുന്നില്ല. ഇസ്ലാഹ് അഥവാ പരിഷ്കരണം, നവീകരണം എന്നൊക്കെ പറയുമ്പോൾ കാലഘട്ടത്തിനനുസരിച്ചും ആളുകളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയും മതത്തിന്റെ ആശയങ്ങളെ പരിഷ്കരിക്കുകയോ നവീകരിക്കുകയോ പ്രത്യേകം വ്യാഖ്യാനം നൽകി കാലഘട്ടത്തിന് യോജിപ്പിക്കുകയോ ഒന്നുമല്ല
ഒന്നുമല്ല ഇസ്ലാഹി പ്രസ്ഥാനം ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു വനാന്തരത്തിൽ, ആഫ്രിക്കയിലെ ഒരു കൊടും വനത്തിൽ, ഒരു മുജാഹിദ് പ്രവർത്തകരുമായും ബന്ധപ്പെടാൻ കഴിയാത്ത സ്ഥലത്ത് പോയിരുന്ന് ഖുർആനും നബിചര്യയും ആദ്യകാല മുസ്ലിമീങ്ങൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയാൽ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഒരു മുജാഹിദായിട്ടുണ്ടാവും. കാരണം എന്താണ്? ഒന്നും പുതിയത് പറയാനില്ല. ഞങ്ങൾ അൽമനാറ് വായിക്കണം, ഞങ്ങളെ വിചിന്തനം വായിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ഇസ്ലാഹ് വായിക്കണം, എന്നാലേ ഞങ്ങൾ ആദർശം മനസ്സിലാക്കാൻ കഴിയൂ എന്ന ശാഠ്യം ഞങ്ങൾക്കില്ല. അത് ഞങ്ങൾ നടത്തുന്ന പാമരപ്പാരായ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് കൂടുതലൊന്നും പഠിക്കാൻ അവസരം ലഭിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് ഇസ്ലാഹി ആശയങ്ങളെ മനസ്സിലാക്കാനുള്ള ചെറിയ ചെറിയ സംരംഭങ്ങൾ മാത്രമാണ്. ഞങ്ങൾ എഴുതിയതൊന്നും വായിക്കാതെ ആദ്യ കാലഘട്ടത്തിൽ ജീവിച്ച മുസ്ലിം പണ്ഡിതന്മാർ എഴുതിയ ഗ്രന്ഥങ്ങൾ നിഷ്പക്ഷമായി യാതൊരു തരത്തിലുള്ള മുൻവിധിയും കൂടാതെ വായിച്ചു പഠിച്ചാൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ആശയമേതോ അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയമെന്ന് ഞാൻ ആദ്യം തന്നെ ഈ സദസ്സിനെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയ വ്യതിരിക്തത എന്ന് പറയുമ്പോൾ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം സ്വീകരിച്ചു വരുന്ന ആശയങ്ങൾ ഏത്, അത് നിലവിലുള്ള മറ്റു സംഘടനകളുടെ ആശയവുമായി എങ്ങനെ വേറിട്ടു നിൽക്കുന്നു എന്നാണ് ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന് നിലവിലുള്ള സംഘടനകളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ഷഹാദത്ത് കലിമയുടെ ആശയത്തിൽ തന്നെയാണ്. നമുക്കറിയാം, ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഇവിടുത്തെ യാഥാസ്ഥികന്മാർ, യാഥാസ്ഥികർ എന്ന് പറഞ്ഞാൽ ഏത് സ്ഥിതിയാണോ നിലനിൽക്കുന്നത് അത് നിലനിർത്തുക എന്നാണ്. പ്രമാണത്തിലുണ്ടോ ഇല്ലയോ നോക്കേണ്ടതില്ല. അങ്ങനെയുള്ള യാഥാസ്ഥികന്മാർ അവർ പറയുന്നതും നമസ്കാരത്തിലും നോമ്പിലും സക്കാത്തിലും ഹജ്ജിലുമൊക്കെ മുസ്ലിമീങ്ങൾക്ക് പല അബദ്ധങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഉസ്താദെ, റസൂലിന്റെ കാലത്തെ നിസ്കാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയില്ല മോനെ, ആ നിസ്കാരം നമ്മളെ നിസ്കാരമൊക്കെ എവിടെ കിടക്കണ്, എന്ത് വലിയ വ്യത്യാസം. അല്ല ഉസ്താദെ, റസൂലിന്റെ കാലത്ത് നോമ്പുന്നുണ്ടോ, റസൂലിന്റെ കാലത്ത് നോമ്പും ഇന്നത്തെ നോമ്പുകാരും നോമ്പും തമ്മിൽ എത്ര വ്യത്യാസം. അല്ല ഉസ്താദെ, റസൂലിന്റെ കാലത്ത് സക്കാത്ത് ഉണ്ടുണ്ടോ, സഹാബത്തിന്റെ കാലത്ത് സക്കാത്ത് എവിടെ മക്കളെ, ഇന്നത്തെ സക്കാത്തൊക്കെ ചക്കാത്തല്ലേ. അപ്പൊ സക്കാത്തിലും നോമ്പിലും ഹജ്ജിലും നമസ്കാരത്തിലും ഒക്കെ മുസ്ലിമീങ്ങൾക്ക് അന്നത്തെ വ്യത്യസ്തമായ പല വ്യതിയാനങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്ന് എല്ലാ വിഭാഗം ആളുകളും സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ വയലു വെക്കുന്നതും പ്രസംഗം വെക്കുന്നതൊക്കെ, ജനങ്ങളെ നിങ്ങളെ നിസ്കാരം ശരിയല്ല, ജനങ്ങളെ നിങ്ങളെ നോമ്പ് ശരിയല്ല, ജനങ്ങളെ നിങ്ങളെ ഹജ്ജ് ശരിയല്ല, നിങ്ങളെ കുളി ശരിയല്ല, ഒന്നു ശരിയല്ല, തയമ്മം ശരിയല്ല, അതൊക്കെ തിരുത്താൻ വേണ്ടിയാണ് വയലും ക്ലാസും ക്യാമ്പും സെമിനാറും പുസ്തകവും പ്രസിദ്ധീകരണവും ഒക്കെ നടത്തുന്നത്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് ഇതുപോലെ തന്നെ ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ 2 ഷഹാദത്ത് കലിമയിലും മുസ്ലിമീങ്ങൾക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, ഈ 2 കലിമകൾ മനസ്സിലാക്കുന്നതിനും മുസ്ലിമീങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. എന്താണ് മദ്രസയിൽ നമ്മളൊക്കെ അർത്ഥം പഠിച്ചത്? അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഇത് അർത്ഥത്തിൽ ആർക്കും തെറ്റൊന്നുമില്ല. പക്ഷെ അതിന്റെ പ്രയോഗത്തിലാണ്, അതിന്റെ ജീവിതവൽക്കരണത്തിലാണ് യഥാർത്ഥത്തിൽ മാറ്റം സംഭവിച്ചിട്ടുള്ളത്. അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ ഇബാദത്തിന്റെ മുഴുവൻ അംശങ്ങളും അവന് മാത്രം നൽകണം. ഇപ്പൊ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇതൊക്കെ അള്ളാഹ്ക്ക് തന്നെയാണ് ഞങ്ങൾ നൽകുന്നത് എന്ന് എല്ലാവരും പറയും. ഞങ്ങൾ അള്ളാഹ്ക്ക് കൊണ്ടില്ലേ നിസ്കരിക്കണേ, ഞങ്ങൾ അള്ളാഹ്ക്ക് കൊണ്ടില്ലേ നോമ്പ് വിൽക്കണേ. എന്നാൽ അതുപോലെ തന്നെ ഇബാദത്തിന്റെ ഒരു ഇനമാണ് പ്രാർത്ഥന, അതും അള്ളാഹുവിന് മാത്രമായിരിക്കണം. ഇന്ന് മുസ്ലിം സമുദായത്തിൽ വലിയൊരു വിഭാഗം അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു, അതോടൊപ്പം അള്ളാഹിന്റെ ഔലിയാക്കന്മാരോടും പ്രാർത്ഥിക്കുന്നു. അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു, അതോടൊപ്പം അള്ളാഹുവിന്റെ അമ്പിയാക്കളോടും പ്രാർത്ഥിക്കുന്നു. ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന സുന്നികളെന്ന് വാദിക്കുന്ന ബിദഈകളോടുള്ള ഏറ്റവും വലിയ അഭിപ്രായ വ്യത്യാസം. അവര് പറയുന്നു, വൈദീശയ്ക്കെ രക്ഷിക്കണേ, ബദരീകളെ കാക്കണേ, ഇബ്രാഹിം നബി എനിക്കൊരു കുട്ടിയെ തരണേ എന്നിങ്ങനെ പടച്ചവനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ പടച്ചവന്റെ പടപ്പുകളോട് ചോദിച്ചാൽ അതിൽ തെറ്റില്ല. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം പറയുന്നു അത് ഗുരുതരമായ തെറ്റാണ്, ശിർക്കാണ്. എന്ന് മാത്രമല്ല അള്ളാഹു പൊറുക്കാത്ത പാപമാണത് എന്ന് മുജാഹിദുകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. ഇതാണ് അഭിപ്രായ വ്യത്യാസത്തിന്റെ കാതൽ. അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ, രോഗം മാറ്റിത്തരണേ,
ഹിദായത്ത് തരണേ, പരിശുദ്ധ ഖുർആനും ഹദീസും എനിക്ക് മനസ്സിലാക്കി തരണേ. അതുപോലെ പടച്ചവനോട് മാത്രം ചോദിക്കേണ്ട പാപങ്ങൾ പൊറുക്കണേ, സ്വർഗം തരണേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്നിങ്ങനെ റബ്ബിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ ഇന്ന് പലരും അവന്റെ പടപ്പുകളോടാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം മനുഷ്യർ പരസ്പരം സഹായം തേടുന്നതിനോ മനുഷ്യ കഴിവിൽപ്പെട്ട സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യകാരണ ബന്ധങ്ങളെ ഉള്ളിൽ നിൽക്കുന്ന സംഗതികളിൽ പരസ്പരം സഹായം ചോദിക്കുന്നതിന് ഇസ്ലാം എതിരല്ല, അത് അനുവദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചോദിച്ചാൽ സഹായിക്കണമെന്നാണ് ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുള്ളത്. നല്ല കാര്യങ്ങൾ നിങ്ങൾ പരസ്പരം സഹായിക്കണം, സഹകരിക്കണം. കുറ്റകരമായ കാര്യങ്ങൾ നിങ്ങൾ പരസ്പരം സഹായിക്കരുത് എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളോട് മതത്തിന്റെ കാര്യത്തിൽ മതത്തിന്റെ കാര്യത്തിൽ നിങ്ങളോട് സഹായം തേടിയാൽ സഹായിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ് എന്ന് ഖുർആൻ പറയുന്നു. അതെല്ലാം കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സഹായത്തട്ടത്തെ കുറിച്ചാണ്. എന്നാൽ അതിനപ്പുറമുള്ള സഹായത്തട്ടം അത് അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ. കാരണം അത് ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. എന്താണ് ഇബാദത്ത്? അഖ്സാ ഗായത്തിൽ ഖുദൂഇ വതദല്ലുലി, അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും. അതാണ് പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ ഇബാദത്തിനു നൽകിയ നിർവചനം. അപ്പോൾ നമ്മൾ പലരോടും പലതരത്തിലുള്ള വിനയപ്രകടനവും നടത്താറുണ്ട്. ഒരു പോലീസുകാരൻ നമ്മളെ കൂട്ടിട്ട് ചവിട്ടുമ്പോ ഏമാനെ രക്ഷിക്കണേ ഏമാനെ എന്ന് പറയും. പക്ഷെ അത് അങ്ങേയറ്റത്തെ വിനയമോ അല്ലെങ്കിൽ താഴ്മയോ അല്ല. മനസ്സിലെന്താണ്? പോഹയനെ സൗകര്യം കിട്ടട്ടെ, ഒന്ന് പകരം വീട്ടണം എന്നായിരിക്കും മനസ്സിലുണ്ടാവുക, അല്ലേ? അപ്പൊ അവിടെ ഒരിക്കലും അദ്ദേഹത്തെ കുറിച്ച് ആ രൂപത്തിലുള്ള ഒരു താഴ്മയോ വിനയമോ അല്ല പ്രകടിപ്പിക്കുന്നത്. ഒരാൾ രാജാവിന്റെ കാൽക്കൽ വീണ് അദ്ദേഹത്തോട് താഴ്മ കാണിക്കുന്നു. എന്താണ്? രാജാവിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ രാജാവിന്റെ എന്തെങ്കിലും ശിക്ഷ തടുത്തു കിട്ടാൻ വേണ്ടി. അപ്പൊ ഇതൊന്നും യഥാർത്ഥത്തിലുള്ള ആരാധനയുടെ ഭാഗമായ വിനയപ്രകടനമല്ല. നേരെ മറിച്ച് ഒരാൾ ഇവിടുന്ന് മുഹ്യിദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് വിളിക്കുകയാണെങ്കിൽ ആ മുഹ്യിദ്ദീൻ ഷെയ്ഖ് എല്ലാ തരത്തിലുള്ള തടസ്സങ്ങൾക്കും അപ്പുറത്തായി കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഞാൻ ഈ വിളിക്കുന്നത് കേൾക്കും. അദ്ദേഹം എന്നെ കാണും, എന്റെ മനസ്സിലുള്ള മനോഗതി അദ്ദേഹത്തിന് അറിയും, എനിക്ക് ഉത്തരം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കും. ഞാൻ കഴിവില്ലാത്തവനാണ്, ഒന്നിനും കഴിയാത്തവനാണ്, അദ്ദേഹത്തിന് കഴിയും. ഇത് യഥാർത്ഥത്തിൽ ഇബാദത്താണ്. ഇത് അല്ലാഹു മാത്രമുള്ളതാണ്. ഏത് ഭാഷയിൽ വിളിച്ചാലും, എവിടുന്ന് വിളിച്ചാലും, എപ്പോൾ വിളിച്ചാലും ആ വിളികളൊക്കെ കേട്ട് മനസ്സിലാക്കി എന്നിട്ട് അതിന് വേണ്ടതിന് ഉത്തരം കൊടുക്കാനുള്ള കഴിവ്, വിളിച്ചവന്റെ ഹൃദയം മനസ്സിലാക്കാനുള്ള കഴിവ് അത് അല്ലാഹു മാത്രമുള്ള കഴിവാണ്. അത് മുഹ്യിദ്ദീൻ ഷെയ്ഖിനുണ്ടെന്നോ മുഹമ്മദ് നബിക്കുണ്ടെന്നോ ഇബ്രാഹിം നബിക്കുണ്ടെന്നോ വിശ്വസിച്ചാൽ അതാണ് ശിർക്ക്. എന്താണ് ശിർക്കിന്റെ നിർവചനം എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. അല്ലാഹുവിന്റെ അധികാരാവകാശങ്ങൾ അല്ലാഹുവിന്റെ സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുക, അതന്നെയാണ് യഥാർത്ഥത്തിൽ ശിർക്ക് എന്ന് പറയുന്നത്. ആരാധ്യത വകവെച്ചു കൊടുക്കുന്നു, ആരാധന എന്നിട്ട് അവർക്ക് അർപ്പിക്കുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പല അധികാരങ്ങളും പല സൃഷ്ടികൾക്കും ഉണ്ടെന്ന് കരുതുന്നു. അള്ള കാണും പോലെ കാണും ഔലിയാക്കൾ, അള്ള കേൾക്കും പോലെ കേൾക്കും ഔലിയാക്കൾ, അള്ള സഹായിക്കുന്നത് പോലെ സഹായിക്കും ഔലിയാക്കൾ എന്നാണ് ഇവിടുത്തെ ആളുകൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ അള്ളാഹിനെ പോലെ കാണുന്ന, അള്ളാഹിനെ പോലെ കേൾക്കുന്ന ഔലിയാക്കളിലാണ് ഇത്ത ആളുകൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. മർമ്മപ്രധാനമായ അഭിപ്രായ വ്യത്യാസം ഇവിടെയാണ്. കാരണം ഇത് ചെറിയ പ്രശ്നമല്ല. ഒന്ന് ശിർക്കാണ്, മറ്റത് തൗഹീദാണ്. നമ്മൾ തൗഹീദാണെന്ന് പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ശിർക്കാണെന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മറുവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അത് ശിർക്കല്ല, അവർക്കത് തൗഹീദാണ്. അപ്പോൾ വലിയ അഭിപ്രായ വ്യത്യാസമാണ്. ഇതേ വിഷയത്തിൽ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായും മുജാഹിദുകൾക്കുള്ള അഭിപ്രായ വ്യത്യാസം. അവർ പറയുന്നത് ഇബാദത്തിന് 3 അർത്ഥങ്ങളുണ്ടെന്നാണ്. ആരാധന എന്ന് മാത്രമല്ല, അനുസരണം, അടിമവേല, അത് രണ്ടും കഴിഞ്ഞിട്ട് 3ാമത്തെ അർത്ഥമാണ് ആരാധന എന്നാണ്. അപ്പൊ ഇയ്യാക നഅ്ബുദു എന്ന് പറയുമ്പോൾ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് മാത്രമല്ല, നിന്നെ മാത്രം ഞങ്ങൾ അനുസരിക്കുന്നു, നിനക്ക് മാത്രം ഞങ്ങൾ അടിമവേല ചെയ്യുന്നു എന്നാണ്. ഈ വ്യാഖ്യാനം ഇബാദത്തിന് 3 അർത്ഥമുണ്ടെന്ന വാദം അബുൽ അഅ്ല മൗദൂദി എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ് കണ്ടുപിടിച്ച പുത്തൻ അർത്ഥമാണ്. അതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിൽ ഇല്ലാത്തത് പറഞ്ഞു കൂട്ടേണ്ടി വന്നു. അള്ളാഹുവിനെ മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ, അപ്പോൾ ഇസ്ലാമിക ഗവൺമെന്റിനല്ലാതെ അനുസരിക്കാൻ പാടില്ല എന്ന് വാദിച്ചു. ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് അവിടുത്തെ ഭരണാധികാരികൾ അനുസരിക്കാൻ പാടില്ല, അവിടുത്തെ ഭരണ നിയമങ്ങൾ, ഭൗതിക നിയമങ്ങൾ അനുസരിച്ചുകൂടാ, അവിടുത്തെ പള്ളിക്കൂടത്ത് പോയിക്കൂടാ, അവിടുത്തെ കോടതിയിൽ പോയിക്കൂടാ, അവിടെ വോട്ട് ചെയ്തുകൂടാ, സ്ഥാനാർത്ഥിയായിക്കൂടാ, പാർലമെന്റിൽ പോയിക്കൂടാ, സ്ഥാനാർത്ഥിയെ സഹായിച്ചുകൂടാ,
അങ്ങനെ ഒരുപാട് ഹറാമുകളും ശിർക്കുകളും കുഫറുകളും അവരുണ്ടാക്കി. പക്ഷേ പ്രായോഗിക ജീവിതത്തിൽ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് അത് ഒരിക്കലും കൊണ്ടു നടക്കാൻ പറ്റാത്ത ആദർശമാണെന്ന് അടിയന്തരാവസ്ഥയോട് കൂടി തന്നെ അവർക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി. അങ്ങനെ അവരുടെ ഹറാമ് പലതും ഹലാലായി. കുറെ കാലം കഴിഞ്ഞപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അതിനും മാറ്റം വരുത്തി. വോട്ട് ചെയ്യൽ ഹലാലും പുണ്യകർമ്മവുമായി. സർക്കാർ ജോലി സ്വീകരിക്കാൻ തുടങ്ങി. മാത്രമല്ല, ഇപ്പോൾ അവർ എത്തി നിൽക്കുന്നത് സോളിഡാരിറ്റിയിലൂടെ ഇന്ത്യൻ മതേതരത്വത്തിന്റെ കഷ്ണങ്ങളായി മാറാൻ, ചക്രശകലങ്ങളായി മാറാനും എങ്ങനെയെങ്കിലും ഇന്ത്യൻ പാർലമെന്റിലും നിയമസഭയിലും പഞ്ചായത്തുകളിലുമൊക്കെ അധികാരം മതേതരത്വത്തിന്റെ അടിസ്ഥാനത്തിലുള്ള, ഭരണഘടനയുടെ അടിസ്ഥാനത്തിലുള്ള അധികാരം കൈയാളാനും അവർ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇബാദത്തിന്റെ അർത്ഥത്തിൽ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായും മുജാഹിദ് പ്രസ്ഥാനത്തിന് അഭിപ്രായ വ്യത്യാസമുള്ളത്. അതുപോലെ തബ്ലീഗ് ജമാഅത്തുകാർ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രത്യേകമായ ആദർശം ഇല്ലെങ്കിലും അവർ കൊണ്ടു നടക്കുന്ന അവരുടെ താലീം കിതാബ്, നമസ്കാരത്തിന്റെ മഹത്വം, നോമ്പിന്റെ മഹത്വം, സദഖയുടെ മഹത്വം, എല്ലാത്തിന്റെയും മഹത്വം പറയുന്ന ചില പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാധാന്യപൂർവ്വം പ്രബോധനം ചെയ്ത വിഷയങ്ങൾക്ക് അവർ പ്രാധാന്യം കൊടുക്കുന്നില്ല. അവർക്ക് ദിക്റും സലാത്തും ജനങ്ങളെ പഠിപ്പിക്കുക, ജനങ്ങളെ കൂടുതൽ നിസ്കാരത്തിലേക്കും പള്ളിയിലേക്കും അടുപ്പിക്കുക എന്നല്ലാതെ വിശ്വാസപരമായ മുസ്ലിമീങ്ങളുടെ ജീർണതക്കെതിരിൽ ഒരു ചെറുവിരൽ പോലും അനക്കാൻ അവർ തയ്യാറല്ല എന്നതാണ് വാസ്തവം. മാത്രമല്ല, നാലാലൊരു മദ്ഹബ് സ്വീകരിക്കണമെന്ന നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന ആളുകളുടെ ആ ചിന്താഗതി തന്നെയാണ് തബ്ലീഗ് ജമാഅത്തുകാർ കൊണ്ടു നടക്കുന്ന അവരെ പുസ്തകത്തിലും യഥാർത്ഥത്തിൽ ഉള്ളത്. ഫളായിലുകൾ പഠിപ്പിക്കുന്ന അവർ മുസ്ലിം സമുദായത്തിൽ മസായിലുകൾ പഠിപ്പിക്കാൻ മെനക്കെടുന്നില്ല എന്നതാണ് വാസ്തവം. ഒരുപാട് മസ്അലകൾ മുസ്ലിം സമുദായത്തിലെ ആളുകൾക്ക് പഠിപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ അത് പഠിപ്പിക്കാൻ തബ്ലീഗ് ജമാഅത്തുകാർക്ക് യാതൊരു പദ്ധതിയുമില്ല. നമസ്കാരത്തിന്റെ മഹത്വം മനസ്സിലാക്കിയ ശേഷം എങ്ങനെ നമസ്കരിക്കണമെന്ന് നമ്മൾ ചോദിച്ചാൽ അവർ ചോദിക്കും, നിങ്ങൾ ഷാഫിയാണോ എങ്കിൽ ഷാഫി മതമനുസരിച്ച് നിസ്കരിച്ചോളൂ, നിങ്ങൾ അനഫിയാണോ എങ്കിൽ അനഫി മതമനുസരിച്ച് നിസ്കരിച്ചോളൂ എന്നാണ് അവർ ജനങ്ങളോട് പറയാറുള്ളത്. റസൂൽ നിസ്കരിച്ച പോലെ നിസ്കരിക്കാൻ അവർ ജനങ്ങളെ പഠിപ്പിക്കുന്നില്ല. കായംകുളത്തും ആലുവയിലും മഞ്ചേരിയിലുമൊക്കെ തബ്ലീഗ് ജമാഅത്തുകാർക്ക് സ്ഥാപനങ്ങളുണ്ട്. അവിടെ കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നത് മദ്ഹബുകളുടെ അടിസ്ഥാനത്തിലാണ്. ഷാഫി മദ്ഹബ് പഠിക്കേണ്ടവർക്ക് ഒരു ഭാഗം, അനഫി മദ്ഹബ് പഠിക്കേണ്ടവർക്ക് വേറെ ഭാഗം. അങ്ങനെ മദ്ഹബുകളെ താലോലിച്ചുകൊണ്ടും നിലനിർത്തിക്കൊണ്ടുമാണ് അവർ മുന്നോട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ മദ്ഹബുകളോടുള്ള സമീപനത്തിൽ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ നിലപാടും അങ്ങനെ തന്നെയാണ്. ഞങ്ങളിൽ ഷാഫിയുണ്ട്, ഞങ്ങളിൽ ഹനഫിയുണ്ട്, ഞങ്ങളിൽ ഹംബലിയുണ്ട്, ഞങ്ങളിൽ ബറേലവിയുണ്ട് എന്ന് നിസ്സങ്കോചം എഴുതിവിട്ടവരാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ. ഇവിടുത്തെ സുന്നികൾ എന്ന് പറയുന്ന വിദഈകളാകട്ടെ നാലാലൊരു മദ്ഹബ് സ്വീകരിക്കാത്തവൻ വാലും മുതിലുമാണ്, പഴച്ചവനും പഴപ്പിക്കുന്നവനുമാണ് എന്ന ഗുരുതരമായ ആരോപണമാണ് ഇവിടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. മുജാഹിദുകൾ പറയുന്നത് 4 അല്ല 40 മദ്ഹബ് ഉണ്ടെങ്കിലും സ്വീകരിക്കണം. പക്ഷേ എങ്ങനെ സ്വീകരിക്കണം? മുഴുവൻ ചങ്കുതൊടാതെ വിഴുങ്ങുകയല്ല, ഖുർആനോടും ഹദീസിനോടും യോജിച്ചത് സ്വീകരിക്കണം. ഖുർആനും ഹദീസിനും എതിരായി ഏത് ഇമാമ് പറഞ്ഞാലും അത് സ്വീകരിക്കാൻ പാടില്ല എന്നാണ് മുജാഹിദുകൾ ലോകത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, പ്രമാണങ്ങൾ മനസ്സിലാക്കുന്നിടത്ത് മുജാഹിദുകൾക്ക് മറ്റ് സംഘടന വ്യത്യാസമുണ്ട്. ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ ഖുർആനിന്റെ മറ്റു ഭാഗങ്ങളിൽ ആ ആയത്തിനെ കുറിച്ച് എന്തു പറഞ്ഞു എന്ന് പഠിക്കണം. ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കാൻ പറ്റാത്തപ്പോൾ ഹദീസ് കൊണ്ട് വ്യാഖ്യാനിക്കണം. അതിലുമില്ലെങ്കിൽ സഹാബികളുടെ വ്യാഖ്യാനം, സഹാബികളുടെ അഖ്വാൽ കൊണ്ട് വ്യാഖ്യാനിക്കണം. ഇങ്ങനെയാണ് സലഫുകൾ ഖുർആൻ മനസ്സിലാക്കിയത്, ഹദീസ് മനസ്സിലാക്കിയത്. അതുപോലെ മനസ്സിലാക്കണമെന്നാണ് മുജാഹിദുകൾ പറയുന്നത്. എന്നാൽ മറ്റു പല സംഘടനകളും അവർ ഖുർആനിനും ഹദീസിനും അവരുടെ നേതാക്കന്മാരും ഹോജാക്കന്മാരും ഇമാമീങ്ങളും എന്തർത്ഥമാണോ നൽകിയത് അതിൽ കടിച്ചു തൂങ്ങാനാണ് അവർ ശ്രമിക്കുന്നത്. അതിനെ ചങ്ക് തൊടാതെ വിഴുങ്ങുക, അന്ധമായി പിൻപറ്റുക, അതൊരിക്കലും മുജാഹിദ് പ്രസ്ഥാനം അംഗീകരിക്കുന്നില്ല. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന രണ്ടാമത്തെ സാക്ഷ്യവചനം, അതിന്റെ പ്രയോഗവൽക്കരണത്തിലും മുസ്ലിം സമുദായത്തിന് ഗുരുതരമായ പഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മുജാഹിദുകൾ കരുതുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, റസൂലിന്റെ വാക്ക്, അവിടുത്തെ പ്രവൃത്തി, അവിടുത്തെ അംഗീകാരം, ഇതിനാണ് സുന്നത്തു റസൂൽ, നബിചര്യ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഈ ദീൻ പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ നബിയുടെ കാലശേഷം, സഹാബികളുടെ കാലശേഷം പല പുതിയ വിശ്വാസങ്ങളും പല പുതിയ ആചാരങ്ങളും ഇസ്ലാം ദീനിൽ പലരും കടത്തിക്കൂട്ടുകയുണ്ടായി. അത്തരം ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കുമാണ് ബിദ്അത്ത്, അനാചാരം എന്ന് പറയുന്നത്. അങ്ങനെ ദീനിൽ കടത്തിക്കൂട്ടപ്പെട്ട വിശ്വാസങ്ങളും ആചാരങ്ങളും അത് എത്ര തലമുറകളുടെ പാരമ്പര്യമുള്ളതാണെങ്കിലും ശരി, അത് ഒഴിവാക്കേണ്ടതാണ് എന്ന് മുജാഹിദുകൾ ലോകത്തെ പഠിപ്പിക്കുന്നു.
നിലവിലുള്ള മുസ്ലിം സമൂഹത്തിൽ അത്തരത്തിലുള്ള ചെറുതും വലുതുമായ ഒട്ടനേകം അനാചാരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനോടൊക്കെ മുജാഹിദുകൾക്ക് വിയോജിക്കേണ്ടി വന്നിട്ടുണ്ട്. ചില ആളുകൾ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് വേറെ പള്ളി ഉണ്ടാക്കിയത്? നിലവിലുള്ള പള്ളിയിൽ പല ബിദ്അത്തുകളും നടക്കുന്നു. അല്ലാഹുവല്ലാത്ത വിളിച്ചു പ്രാർത്ഥിക്കുന്ന മാലകളും മൗലീദുകളും റാത്തീബുകളും ഹദ്ദാദുകളും ഒക്കെ പള്ളിക്കുള്ളിൽ വെച്ച് തന്നെ നടക്കുകയാണ്. മാത്രമല്ല, വെള്ളിയാഴ്ച ദിവസം ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഖുത്ബ നിർവഹിക്കുന്നതിന് പകരം ആരോ എഴുതി വെച്ച അറബിയിലുള്ള ഒരു ഖുത്ബയുടെ ഏട് വായിക്കുകയാണ് നമ്മുടെ പള്ളികളിൽ കാണാൻ സാധിക്കുന്നത്. ജുമുഅ ദിവസം വടി ചെത്തിക്കൂർപ്പിച്ച് അതിൽ വജ്രക്കടലാസ് ഒട്ടിച്ച് വാളെന്ന് പേരിട്ട് ആ വാളെടുത്തുകൊണ്ടാണ് ഖത്തീബ് മിമ്പറിൽ കയറുന്നത്. ഖത്തീബിന്റെ ആ വാളെടുത്തു കൊടുക്കുന്ന മഅശറവിളി എന്ന് പറയുന്ന ഒരു അനാവശ്യ സ്വാഗത പ്രസംഗം, ഒരു കള്ള ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് മഅശറൽ മുസ്ലിമീൻ റഹിമഹുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മുക്രി വാളെടുത്ത് അദ്ദേഹത്തിന് കൊടുക്കുന്നു. ഇതൊന്നും റസൂൽ പഠിപ്പിക്കാത്തതാണ് എന്ന് ഞങ്ങൾ കരുതുന്നു. അതിന് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. അതുപോലെ 5 നേരത്തെ നമസ്കാരത്തിന് ശേഷം ഓരോ വ്യക്തിയും സ്വന്തം പ്രാർത്ഥിക്കുകയല്ലാതെ ഇമാം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും മഅ്മൂമുകൾ അതിന് ആമീൻ പറയുകയും ചെയ്യുന്ന സമ്പ്രദായം റസൂലോ സഹാബികളോ കാണിച്ചു തന്നിട്ടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ആ കൂട്ടപ്രാർത്ഥന ബിദ്അത്താണ് എന്ന് മുജാഹിദുകൾ തെളിവ് സഹിതം ജനങ്ങളെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ മരിച്ച വീട്ടിൽ എന്തെല്ലാം അനാചാരങ്ങളാണ്. മയ്യത്തിന്റെ അടുത്തിരുന്ന് ഖുർആൻ ഓതുന്നു, യാസീൻ ഓതുന്നു, എന്നിട്ട് അതിന്റെ കൂലി മരിച്ച ആൾക്ക് ഹദിയ ചെയ്യുന്നു. അതുപോലെ മയ്യത്ത് എടുക്കുമ്പോൾ ഒരു കൂട്ട ദുആ, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ദിക്ർ ചൊല്ലിക്കൊണ്ടുപോകുന്നു. മയ്യത്ത് കൊണ്ടുപോയി കബറിൽ വെച്ചാൽ തസ്ബീഹിന് പകരം തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നു. കബറിലെ ചോദ്യത്തിന് മേലെന്ന് ഉത്തരം, കബർ കെട്ടിപ്പൊക്കി അത് അലങ്കരിച്ചു വെച്ച് ജാറമുണ്ടാക്കുന്നു. മരിച്ച വീട്ടിൽ 3-നും 7-നും 14-നും 40-നും ഒക്കെ സദ്യകൾ ഉണ്ടാക്കുന്നു. മരിച്ച ആളുടെ ആണ്ട് തികയിൽ നിന്ന് വേറെ ഒരു പ്രത്യേക ആഘോഷം ഉണ്ടാക്കുന്നു. 70,000 ദിക്ർ നാട്ടുകാർ ചൊല്ലി മരിച്ച ആൾക്ക് ഹദിയ ചെയ്യുന്നു. അതുപോലെ റബീഉൽ അവ്വൽ ജന്മദിനം കൊണ്ടാടുന്നു. ഇങ്ങനെയുള്ള നിരവധി ബിദ്അത്തുകളിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ് മുസ്ലിം സമുദായം. അതെല്ലാം തെറ്റാണ്. ഈ ദീനിൽ ആര് പുതിയതുണ്ടാക്കിയാലും അത് തള്ളിക്കളയേണ്ടതാണ് എന്ന് മുജാഹിദുകൾ ജനങ്ങളെ പഠിപ്പിക്കുന്നു. സ്വാഭാവികമായും ഇതൊക്കെ ആചരിക്കുന്നവർക്ക് ഇതിനെയൊക്കെ ന്യായീകരിക്കുന്ന പല ദുർന്യായങ്ങളും ഉണ്ടാകും. ആ ന്യായങ്ങളാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ സംശയമായി ഇവിടെ ഉന്നയിക്കപ്പെടേണ്ടത്. അതിന് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ മറുപടി പറയാൻ ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശ വ്യതിരിക്തത എന്താണെന്ന് ഈ മുഖാമുഖത്തിലൂടെ അല്പമെങ്കിലും നിങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ ഈ മുഖാമുഖം ധന്യമായി എന്ന് ഞങ്ങൾ കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുഖാമുഖത്തിലൂടെ നമ്മുടെ വിജ്ഞാനത്തിന്റെ ഭണ്ഡാരം വികസിപ്പിക്കുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിന് അർത്ഥം പറയാം. ഖുൽ നബിയെ പറയുക, ഹാദിഹി സബീലി, ഇതാണ് എന്റെ മാർഗം. അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയവരും അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നത് വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതേതു കാര്യങ്ങൾ എടുത്തു നോക്കിയാലും വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് മുജാഹിദുകൾ സംസാരിക്കുന്നത്. മാത്രമല്ല സുബ്ഹാനല്ലാഹ്, അല്ലാഹു പരിശുദ്ധനാണ്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ശിർക്ക് ചെയ്യുന്നവരിൽ ഉൾപ്പെട്ടവനല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി ശിർക്കിൽ നിന്ന് ഒഴിവായി എന്നതാണ്. തൗഹീദിൽ അധിഷ്ഠിതമായ പ്രസ്ഥാനമാണ്. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് തൗഹീദ് പ്രസ്ഥാനം എന്ന് പറയാറുള്ളത്. തൗഹീദിൽ അധിഷ്ഠിതമായ റസൂലിന്റെയും സഹാബത്തിന്റെയും മാതൃക സ്വീകരിച്ചുകൊണ്ടുള്ള ഈ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് ഒരു കൈ സഹായിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്കും ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാകാം. അതിന് ഈ സമ്മേളനം സഹായകമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വിഷയാവതരണം അവസാനിപ്പിക്കുകയാണ്. ചോദ്യോത്തരത്തിലേക്ക് കടക്കാം. അള്ളാഹു നമ്മുടെ എല്ലാ സംരംഭങ്ങളും വിജയിപ്പിക്കുമാറാകട്ടെ. ആറ്റക്കോയ മാഷ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. മക്കയിലും മദീനയിലുമുള്ള പള്ളിയിൽ തറാവീഹ് 23 നമസ്കരിക്കുന്നത്. ഇവിടെയുള്ള പള്ളിയിൽ മുജാഹിദുകളൊക്കെ 11 നമസ്കരിക്കുന്നത്. ഏതാണ് ശരി? പ്രമാണത്തിൽ ഏതാണുള്ളത് അതാണ് ശരി. മക്കയിലേക്കും മദീനയിലേക്കും നോക്കൂ എന്ന് നമ്മളോട് റസൂൽ പറഞ്ഞിട്ടില്ല. തറക്തു ഫീക്കും അംറൈനി ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത റസൂലിഹി. 2 കാര്യം ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു, അത് രണ്ടും മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ പഴക്കുകയില്ല. അത് അല്ലാഹുവിന്റെ കിതാബും റസൂലിന്റെ സുന്നത്തുമാണ്.
അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയാണ് തറാവീഹ് നമസ്കരിച്ചത്? അബൂ സലമത്ത് ബിൻ അബ്ദുറഹ്മാൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ എത്രയാണ് നമസ്കരിച്ചിരുന്നത്? അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു, റമളാനിലും അല്ലാത്ത കാലത്തും അല്ലാഹുവിന്റെ റസൂല് 11നേക്കാൾ വർദ്ധിപ്പിച്ചിരുന്നില്ല. ഇതാണ് മുജാഹിദുകൾക്ക് 11നുള്ള തെളിവ്. ഇത് ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചതാണ്. ആ അധ്യായത്തിന് കൊടുത്തിട്ടുള്ള പേര് കിതാബു സലാത്തു തറാവീഹ്, തറാവീഹ് നമസ്കാരം എന്ന അധ്യായത്തിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇത് പറയുമ്പോ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. മക്കയിലും മദീനയിലും, അതായത് സൗദി അറേബ്യയിൽ ഭൂരിഭാഗം വരുന്ന ആളുകൾ ഹംബലി മദ്ഹബുകാരാണ്. അവർ അഖീദയിൽ സലഫികളാണെങ്കിലും കർമ്മശാസ്ത്ര കാര്യങ്ങളിൽ പലതിലും അവർ ഹംബലി മദ്ഹബ് പിന്തുടരുന്നവരാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ മദ്ഹബിൽ രാത്രി നമസ്കാരത്തിന് എണ്ണത്തിന് ഒരു ക്ലിപ്തതയുമില്ലാണ്. എത്ര വേണമെങ്കിലും നമസ്കരിക്കാം. ഒരു വർഷം റമളാനിൽ അവിടെ ഉംറക്ക് പോകാൻ ഈ ഉള്ളവരും ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അവസാനത്തെ 15 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അവസാനത്തെ 10 വന്നു കഴിഞ്ഞാൽ ഇശാ നമസ്കരിക്കുന്നതോടുകൂടി അവിടെ 20 റക്അത്ത് നിസ്കരിക്കും. പിന്നെ തഹജ്ജുദിന്റെ സമയത്ത് വേറെ 13 നിസ്കരിക്കും. അപ്പൊ എത്രയായി? 33. അപ്പൊ അവിടെ 23 നിങ്ങൾ വിചാരിക്കരുത്. 33 മാത്രമല്ല, ആളുകൾ അങ്ങനെ നിസ്കരിച്ചുകൊണ്ടേയിരിക്കുന്നത് കാണാൻ സാധിക്കും. മുഴുവൻ സമയം നിസ്കരിക്കാം. കാരണം ഹംബലി മദ്ഹബിൽ അങ്ങനെയാണ്. 33, 43 ഒക്കെ അവർക്ക് നിസ്കരിക്കാം. പക്ഷെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിന്റെ റസൂല് ഒരിക്കൽ പോലും 11-ലധികം നിസ്കരിച്ചിട്ടില്ല. പിന്നെ ചില റിപ്പോർട്ടുകളിൽ 13 ഉണ്ട്. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഇശാഇന്റെ സുന്നത്ത് അല്ലെങ്കിൽ സുബഹിന്റെ സുന്നത്ത് അതും കൂടി ചേർത്ത് റിപ്പോർട്ട് ചെയ്താണെന്നാ. 9 നിസ്കരിച്ചിട്ടുണ്ട്, 7 നിസ്കരിച്ചിട്ടുണ്ട്, 5 നിസ്കരിച്ചിട്ടുണ്ട്, 3 നിസ്കരിച്ചിട്ടുണ്ട്, 1 നിസ്കരിച്ചിട്ടുണ്ട്. അതൊക്കെ ഹദീസിൽ വ്യക്തമായിട്ടുണ്ട്. പക്ഷേ 11-ലധികം നമസ്കരിച്ചിട്ടില്ല. ചില ആളുകൾ പറയുന്നത് സുന്നത്ത് നിസ്കാരത്തിലെ എത്രയും നിസ്കരിക്കാനാ. അങ്ങനെ ഒരു നിലപാട് റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കൽ 11, ഒരിക്കൽ 13, ഒരിക്കൽ 15, ഒരിക്കൽ 17 ഇങ്ങനെ വ്യത്യസ്ത എണ്ണം റസൂൽ കാണിച്ചു തരുമായിരുന്നു. റസൂൽ അങ്ങനെ കാണിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് സലഫികൾ പിന്തുടരുന്നത് ഈ 11ആണ്. സൗദി അറേബ്യയിൽ വേറെ എത്രയോ പള്ളികളിൽ ഈ 11 നമസ്കരിക്കുന്നവരുണ്ട്. പക്ഷേ സൗദി ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ പൂർവ്വകാലം മുതൽക്കേ പ്രബലമായ ഒരു മദ്ഹബാണ് ഹംബലി മദ്ഹബ്. ആ ഹംബലി മദ്ഹബുകാരായ ആളുകളാണ് ആ നാട്ടുകാർ. ആ നാട്ടുകാർക്ക് വേണ്ടി അതങ്ങനെ നിലനിർത്തിയിരിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് മക്കയിലും മദീനയിലും നടക്കുന്നത് ആ കാര്യത്തിൽ നമുക്ക് മാതൃകയാക്കാൻ പറ്റിയതല്ല. ഖുർആനിന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം, സഹാബികളുടെ നമസ്കാരം, ഒരൊറ്റ സഹാബി പോലും 11-ലധികം നിസ്കരിച്ചിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് 20 നിസ്കരിച്ചിരുന്നു എന്നൊക്കെ ചില റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും അതൊന്നും ഹദീസ് പണ്ഡിതന്മാരുടെ നിയമം അനുസരിച്ച് സഹീഹായി വന്ന റിപ്പോർട്ടുകളല്ല, സ്വീകരിക്കാൻ പറ്റിയ റിപ്പോർട്ടുകളല്ല. നബിയോ സഹാബികളോ ആരും 11-ലധികം നമസ്കരിച്ചിട്ടില്ല. അങ്ങനെ നമസ്കരിച്ചു എന്ന് തെളിഞ്ഞാൽ മുജാഹിദുകൾ അവരെ പള്ളിയിൽ 11-ലധികം നിസ്കാരം തുടങ്ങുന്നതിന് യാതൊരു തടസ്സവും മുജാഹിദുകൾക്കില്ല. ഇതാണ് ബഹുമാനപ്പെട്ട ആറ്റക്കോയ മാസ്റ്ററോട് ആ സംബന്ധമായി പറയാനുള്ളത്. കാര്യം അദ്ദേഹത്തെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എന്തെങ്കിലും ഉപചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടതുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ജന്മ രാജ്യം, ഒന്ന് അന്ത്യവിശ്രമം ചെയ്യുന്ന സ്ഥലം. ഇവിടെ നിന്നാണല്ലോ ഇസ്ലാം മതത്തിന്റെ പ്രബോധനം ഉണ്ടായത്. അതുകൊണ്ടാണ് മക്കയും മദീനയും ഫോക്കസ് ചെയ്ത് പറയാനുണ്ടായ കാരണം. അത് ഞാനൊന്ന് വിശദീകരിക്കാം. മക്കയും മദീനയും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട സ്ഥലം തന്നെയാണ്. മക്കത്തെ പള്ളി, മദീനത്തെ പള്ളി, ജെറൂസലമിലെ പള്ളി, 3 പള്ളിയിലേക്കല്ലാതെ പുണ്യം പ്രതീക്ഷിച്ചുകൾ യാത്ര പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ ഭരണാധികാരികൾ മാറുന്നതിനനുസരിച്ച് പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞിട്ട് അവിടെ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി, ഏതെല്ലാം ആളുകൾ ഭരണം നടത്തി. ഇപ്പൊ ഖുർആൻ ശപിച്ച വ്യക്തിയാണല്ലോ അബൂലഹബ്. തബ്ബത്ത് അബീലഹബിൻ, അല്ലെ? അബൂലഹബ് നശിച്ചു. ആ അബൂലഹബിന്റെ ഖബർ കെട്ടി ഉയർത്തി ആരാധിച്ചിരുന്നു അവിടെ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നി ഖദീജ ബീവിയുടെ ഖബർ കെട്ടി ഉയർത്തി ആരാധിച്ചിരുന്നു അവിടെ. അങ്ങനെ പലതും ഉണ്ടായിരുന്നു. ഈ ആലു സഊദ് ഭരണം വന്നതിനു ശേഷമാണ് അവിടെ മാറ്റങ്ങൾ ഉണ്ടായത്. 4 മദ്ഹബിനും 4 മിഹ്റാബും 4 ഇമാമുമായിരുന്നു മക്കയിൽ കുറെ കാലം ഉണ്ടായിരുന്നത്. ആലു സഊദ് ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് അതെല്ലാം പിരിച്ചുവിട്ട് ഏക ഇമാമിന്റെ കീഴിൽ മുസ്ലിമീങ്ങളെ ഒരൊറ്റ ജമാഅത്തായി സംഘടിപ്പിച്ചത്. ഇനിയിപ്പോ അവിടെ ഭരണം മാറിക്കൂടാന്നില്ല. ഇപ്പൊ ഇറാനോ മറ്റോ പിടിച്ചെടുത്താൽ അവിടെ ഖബറുകൾ കെട്ടിപ്പൊക്കാൻ തുടങ്ങും. വീണ്ടും അവിടെ നേർച്ചകളും ഉറൂസുകളും തുടങ്ങും. ഇന്നും ഇറാൻകാർ വന്നാൽ അവർ ഖബറുമ ചുറ്റിപ്പറ്റിയാ നിൽക്കുക. മദീനത്ത് വന്നാൽ മദീന പള്ളി നിസ്കരിക്കുന്നതിലല്ല ഇറാനികൾക്ക് താല്പര്യം. അവർ അവിടെയുള്ള ബക്കി ഖബർസ്ഥാനിലേക്കാണ് അവർ പോകുക. അവിടുത്തെ മണ്ണ് മാന്തിക്കൊണ്ടുവരാനും അവിടുത്തെ കല്ല് പെറുക്കിക്കൊണ്ടുവരാനും അതിനാണ് അവർ എപ്പോഴും ശ്രമിക്കുക. അപ്പൊ മക്കയിലും മദീനയിലും ഭരണം മാറുന്നതിനനുസരിച്ച് പല മാറ്റങ്ങളും ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് മതപരമായ കാര്യങ്ങൾക്ക് അടിസ്ഥാന പ്രമാണമായി മക്കയും മദീനയും സ്വീകരിക്കണമെന്ന് റസൂൽ പറയാതിരുന്നത്. അവിടെ ഭരണാധികാരികൾ മാറുന്ന പല മാറ്റങ്ങളും ഉണ്ടായി എന്ന് വന്നേക്കാം. പക്ഷെ ഖുർആൻ സുന്നത്തുമാണ് നാം മാതൃകയാക്കേണ്ടത്. ഖുർആനോടും സുന്നത്തിനോടും അനുകൂലമായി മക്കയിലും മദീനയിലും കണ്ടാൽ നമുക്ക് സ്വീകരിക്കാം. പിന്നെ ഒരു മദ്ഹബിലും 11 നിസ്കരിക്കില്ല നിങ്ങൾ വിചാരിക്കരുത്. ഇമാം മാലിക്കിന്റെ മദ്ഹബിൽ 11 അല്ലെങ്കിൽ 13 ഫതഹുദ്ദീൻ സാഹിബ് അദ്ദേഹം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആളാണ്. അദ്ദേഹം പറയുന്നു അവിടെ മാലിക്കി മദ്ഹബ് പിൻപറ്റിയവർ 13 റക്അത്താണ് നിസ്കരിക്കുന്നത്. കാരണം ഇമാം മാലിക് ചോദിച്ചിട്ടുണ്ട്, മിൻ ഐന ഉഹദിത ഹാദർ റുകൂഉൽ കസീർ. അദ്ദേഹത്തോട് ചോദിച്ചു, ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? റസൂലുള്ളാഹിന്റെ നിസ്കാരമാണ്, അത് 11 അല്ലേ. എന്നിട്ട് അദ്ദേഹം ചോദിക്കാൻ എവിടുന്നാണ് ഈ അധികരിച്ച റക്അത്തുകൾ ഉണ്ടായത് എന്ന്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചും ഇമാം മാലിക്കിന്റെ മുവത്തയിൽ തന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് എന്താണ്? അമറ ഉമറു ഉബയ്യ ഇബ്നു കഅബ് വ തമീമൻ ദാരിയ അൻ യഖൂമാ ബിഹി 10 റക്അതൻ. തറാവീഹ് നമസ്കരിക്കാൻ ഉബയ്യ ഇബ്നു കഅബിനെയും തമീമു ദാരിയയും ഉമർ റളിയല്ലാഹു അൻഹു ചുമതലപ്പെടുത്തിയപ്പോൾ അദ്ദേഹം അവരോട് 11 റക്അത്ത് നമസ്കരിക്കാനാണ് കൽപ്പിച്ചത്. അപ്പൊ ഉമർ നിസ്കരിച്ചിട്ടില്ല, ഉമർ നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ടില്ല. അതൊക്കെ 11 മാത്രമല്ല ഈ 11 റക്അത്തും നമ്മുടെ നാട്ടിലെ 23 എടുത്തു നോക്കിയിട്ടുണ്ടോ? 3 മണിക്കൂർ കൊണ്ട് 23 കഴിഞ്ഞ് അവർ റോഡിലെത്തിയിട്ടുണ്ടാവും. നമ്മളെ 8 റക്അത്ത് തന്നെ കഴിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ദീർഘമായി ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടുള്ള നമസ്കാരമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബികളുടെയും രാത്രി നമസ്കാരം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് 11 നമസ്കരിക്കുന്ന ആളുകൾ ദീർഘമായി ഖുർആൻ പാരായണം ചെയ്യുന്നു. മറ്റുള്ളവര് വത്തീനിക്കെന്ന് പിടിക്കും, എന്നിട്ട് ഖുലാഉ റബ്ബിൻ നാസ് വരെ, വീണ്ടും വത്തീനിക്കെന്ന് പിടിക്കും, ഖുലാഉ റബ്ബിൻ നാസ് വരെ. അങ്ങനെ 23 തേക്കാറുള്ളത്. അങ്ങനെ എണ്ണം തേക്കലല്ല, 11 റസൂൽ നമസ്കരിച്ചത്, സഹാബികൾ നമസ്കരിച്ചത്. അതാണ് നാം മാതൃകയാക്കേണ്ടത്. മക്കയും മദീനയും പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. പക്ഷെ മതപരമായ കാര്യങ്ങളിൽ പ്രമാണങ്ങൾക്കെതിരായി അവിടെ വല്ലതും നടന്നാൽ അത് നമുക്ക് മാതൃകയാക്കാൻ നിവൃത്തിയില്ലാത്തതാണ്. നമസ്കാരത്തിൽ കൈകെട്ടുന്നത് മുജാഹിദ് പള്ളികളിൽ നെഞ്ചത്തിലാണ്, സുന്നി പള്ളികളിൽ മക്കളിന്റെ മുകളിലുമാണ്. ഈ വ്യത്യാസം എങ്ങനെ ഉണ്ടായി വിശദീകരിക്കാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാഷ ചോദ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ഞാൻ ചോദ്യം ഒന്ന് ആവർത്തിക്കാം. മുജാഹിദ് പള്ളികളിൽ നമസ്കാരത്തിൽ നെഞ്ചത്ത് കൈകെട്ടുന്നു. ഷാഫി മദ്ഹബൻ പിൻപറ്റുന്ന പള്ളികളിൽ വയറ്റത്ത് കെട്ടുന്നു. മാഷ് പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് ഹനഫികളാണ്. ഹനഫികൾ പൊക്കിളിന് താഴെ കെട്ടുന്നു. മാലിക്കികളിൽ വലിയൊരു വിഭാഗം ആളുകൾ കൈ താത്തിയിട്ട് നിൽക്കുന്നു. ഈ വ്യത്യാസം എങ്ങനെയുണ്ടായി എന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ മനസ്സിലാക്കുന്നതിനുണ്ടായ വ്യത്യാസമാണിത്. ഈ മദ്ഹബുകളൊക്കെ പിൽക്കാലത്തുണ്ടായതാ. റസൂലിന്റെ കാലത്ത് മദ്ഹബൊന്നുമില്ല, റസൂലിന്റെ മദ്ഹബ് മാത്രമേ ഉള്ളൂ. സഹാബികളുടെ കാലത്തുമില്ല. പക്ഷെ പിൽക്കാലത്ത് റസൂലിന്റെ ഹദീസുകൾ മനസ്സിലാക്കിയ പണ്ഡിതന്മാർ, ഇമാം ഷാഫി, ഇമാം അബു ഹനീഫ, ഇമാം മാലിക്, അതുപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ. ഇതിലേറ്റവും ആദ്യത്തെ ഇമാമാണ് ഇമാം മാലിക് എന്നവർ. അതുപോലെ ഇമാം അബു ഹനീഫ, പിന്നെയാണ് ഇമാം ഷാഫി വരുന്നത്, പിന്നെയാണ് അഹ്മദ് ബിൻ ഹംബൽ വരുന്നത്. അവർക്ക് കിട്ടിയ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ മതപരമായ വിഷയങ്ങളിൽ അഭിപ്രായം പറഞ്ഞു. സ്വാഭാവികമായും ഇന്നത്തെ പോലെ ഗ്രന്ഥങ്ങളിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് ഹദീസുകൾ. ഇപ്പൊ ഇന്ന് നമുക്ക് ബുഖാരി, മുസ്ലിം, തിർമിദി എന്നൊക്കെ പറഞ്ഞ ഗ്രന്ഥങ്ങളായി റസൂലിന്റെ ഹദീസ് കിട്ടും. ആദ്യ കാലഘട്ടത്തിൽ അങ്ങനെ ക്രോഡീകരിക്കപ്പെടാത്തത് കൊണ്ട് പല ഹദീസുകളും ഒരു ഇമാമിന് കിട്ടിയ ഹദീസ് മറ്റേ ഇമാമിന് കിട്ടിയിട്ടുണ്ടാവില്ല. ഈ രണ്ടുപേർക്കും കിട്ടിയത് മൂന്നാമത്തെ ആൾ കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അവർ അഭിപ്രായങ്ങളിൽ വ്യത്യാസമുണ്ടായത്. ചില പ്രത്യേക മദ്ഹബുകളെ പിന്തുടരുന്നത് കൊണ്ടാണ് ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. റസൂലിന്റെ ഹദീസിലേക്ക് മടങ്ങിയാൽ അതൊരിക്കലും അഭിപ്രായ വ്യത്യാസമില്ല. റസൂലിന്റെ ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നെഞ്ചത്താണ് കൈവെട്ടിയിരുന്നതെന്ന് ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹുൽബുത്വായി എന്ന സഹാബി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ വ്യക്തമായി തന്നെ വന്നിട്ടുണ്ട്. പ്രബലമായ ഹദീസുമാണത്.
എന്നാൽ ഷാഫികൾ അതിനെ വ്യാഖ്യാനിക്കുകയാണ്. ഷാഫികൾ നെഞ്ചിന് താഴെ കെട്ടണം എന്ന് പറഞ്ഞു. ഷാഫി മദബിന്റെ കിതാബിൽ നെഞ്ചിന് താഴെ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വയറ്റത്ത് എന്നല്ല, നെഞ്ചിൽ തന്നെ, പക്ഷേ താഴ്ഭാഗത്താണ്. അപ്പൊ കഴുത്തിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ നെഞ്ചാണല്ലോ, അപ്പൊ കഴുത്തിലേക്ക് ഇങ്ങനെ കയറ്റി കെട്ടണോ? വേണ്ട, നെഞ്ചിന്റെ താഴെ ഭാഗത്ത്. ഷാഫി ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും ഹൃദയത്തിന്റെ ഭാഗത്താണ് കെട്ടേണ്ടത്. അപ്പൊ ഹൃദയം എവിടെയാണ്? നെഞ്ചിന്റെ താഴ്ഭാഗത്താണ്. അപ്പൊ ഈ നെഞ്ചിന്റെ താഴെ എന്നത് ചില ആളുകൾ നെഞ്ചും കഴിഞ്ഞിട്ട് അതിന്റെ താഴെ എന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് വയറ്റത്ത് എന്ന് വന്നത്. കിതാബിൽ വയറ്റത്ത് എന്നല്ല, അലാ സദരി എന്നല്ലേ ഉള്ളത്. നെഞ്ചിൽ കൈകെട്ടാൻ ഞങ്ങൾ പറയുന്ന അതേ ഹദീസ് തന്നെയാണ് ഷാഫി പണ്ഡിതന്മാർ വയറ്റത്ത് കെട്ടാൻ ഉദ്ധരിക്കുന്നത്. എന്നിട്ട് അല എന്നതിന് താഴെ എന്നാണ് അർത്ഥമെന്ന് മാറ്റി പറയുകയാണ്. മനസ്സിലായില്ലേ? അലാക്ക് താഴെ അർത്ഥം പറഞ്ഞാൽ എന്തായി? ഇടതു കൈയിനു മീതെ വലതു കൈ വെച്ചു, അവിടെയും അല ഉപയോഗിച്ചത്. അവിടെ അലക്ക് താഴെ അർത്ഥം പറഞ്ഞാലോ ഇടതു കൈയിന്റെ താഴെ വലതു കൈ വെച്ചു എന്നാക്കേണ്ടി വരും. എന്നിട്ട് നെഞ്ചിന് താഴെ വെച്ചു. നെഞ്ചിന് താഴെ എന്ന് പറയണോ വയറ്റത്ത് കെട്ടണമെങ്കിൽ? വയറ്റത്ത് എന്നുള്ളതിന് റസൂലുള്ളാഹിക്ക് ഭാഷ അറിയാഞ്ഞിട്ടാ? അപ്പൊ വയറ്റത്ത് കെട്ടണമെന്ന് ഒറ്റ ഹദീസിലുമില്ല. നെഞ്ചിൽ കെട്ടണമെന്നാണ് ഹദീസ് ഉള്ളത്. നമ്മൾ ഉദ്ധരിക്കുന്ന അതേ ഹദീസിനെ വ്യാഖ്യാനിച്ച് നെഞ്ചിന്റെ താഴെ ഭാഗം എന്നത് വയറ്റത്ത് എന്ന് വ്യാഖ്യാനിക്കാണ്. പിന്നെ മാലിക്കി മദ്ഹബുകാർ കൈ താത്തിയിടുന്നതോ? ഇമാം മാലിക്കിനെ ഒരിക്കൽ അവിടുത്തെ ഖലീഫക്കെതിരിൽ എന്തോ ഫത്വ കൊടുത്തതിന്റെ പേരിൽ കൊണ്ടുപോയിട്ട് അടിച്ചു. നല്ലവണ്ണം അടിച്ചു. അദ്ദേഹത്തിന് തോൾ കൈ കുഴഞ്ഞുപോയി. അപ്പൊ നിസ്കരിക്കുമ്പോ കൈ പൊന്തിക്കാൻ പറ്റാതെ അദ്ദേഹം ഇങ്ങനെ നിന്നു. അപ്പൊ ഇത് കണ്ട ഖൗബ് എന്ത് വിചാരിച്ച്, ഓറയിൽ എന്തെങ്കിലും ഹദീസ് ഇല്ലാണ്ട് ഓറ അങ്ങനെ കൈ കത്തിടുവോ? അദ്ദേഹത്തിന് കൈ പൊന്തിക്കാൻ വയ്യാത്തോണ്ടാ. അദ്ദേഹം ക്രോഡീകരിച്ച ഇമാം മാലിക്കിന്റെ മുവത്ത എന്ന ഗ്രന്ഥത്തിൽ 2 ഹദീസുകൾ ഇടതു കൈയിന്മേൽ വലതു കൈ വെക്കണം എന്ന് പറഞ്ഞ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അമ്പിയാക്കളോട് കൽപ്പനയുണ്ടെന്നതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഇമാം മാലിക് കൈ താത്തിട്ടത് കണ്ടിട്ട് ചില ആളുകൾ കൈ താത്തിട്ട് നിൽക്കുകയാണ്. പിന്നെ പൊക്കിളിന് താഴെ കെട്ടുന്ന ഹനഫികളുടെ തെളിവോ ചില ഹദീസുകളുണ്ട്. പിന്നെ പൊക്കിളിന് താഴെ കൈവെക്കണം എന്ന്. കൈപ്പത്തിക്കുമീതെ കൈപ്പത്തി പൊക്കിളിന് താഴെ വെക്കലാണ് സുന്നത്ത്. പക്ഷെ അത് ദുർബലമാണ്. ദുർബലം എന്ന് നമ്മൾ പറഞ്ഞ കേട്ടോ, മുൻഗാമികളായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഷാഫി മദ്ഹബിൽപ്പെട്ട ഇമാം നവവിയെ പോലുള്ളവർ, ഇബ്നു ഹജർ അസ്കലാനിയെ പോലുള്ളവർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഹനഫി പണ്ഡിതന്മാർ തന്നെ പലരും തീർത്തു പറഞ്ഞിട്ടുണ്ട് ഈ പൊക്കിളിന് താഴെ ഔറത്തിനടുത്ത് കെട്ടുന്ന ഹദീസ് ദഈഫാണ്. അതുകൊണ്ട് സ്വഹീഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നാം ചെയ്യുകയാണെങ്കിൽ നെഞ്ചത്താണ് കൈ കെട്ടേണ്ടത്. ഏതെങ്കിലും ഒരു മദ്ഹബിനെ ഹദീസുകൾ നോക്കാതെ കണ്ണടച്ചനുകരിച്ചത് കൊണ്ടാണ് ഈ വ്യത്യാസം ഉണ്ടായത്. ആ വ്യത്യാസം അവസാനിപ്പിക്കാൻ സ്വഹീഹായ ഹദീസിലേക്ക് മടങ്ങിയാൽ മതി. മദ്ഹബിന്റെ ഇമാമുകളും അതാ പറഞ്ഞത്. ഞങ്ങളെ വാക്കിനെ പ്രമാണമായി സ്വീകരിക്കണം അവർ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഹദീസ് കിട്ടിയാൽ നിങ്ങൾ ഞങ്ങളുടെ വാക്കിനെ വലിച്ചെറിയണം, റസൂലിന്റെ ഹദീസ് നിങ്ങൾ സ്വീകരിക്കണം എന്നാണ് എല്ലാ ഇമാമികളും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇമാമികളുടെ ഈ വസിയത്ത് സ്വീകരിച്ചുകൊണ്ട് സഹിഹായ ഹദീസിലേക്ക് മടങ്ങിയാൽ ഇൻഷാ അല്ലാഹ് അഭിപ്രായ വ്യത്യാസങ്ങൾ തീരും എന്നാണ് അത് സംബന്ധമായി പറയാനുള്ളത്. മരണപ്പെട്ടവർക്ക് വേണ്ടി 3, 7, 40 എന്നീ ദിവസങ്ങളിൽ പുണ്യം കിട്ടുന്നതിന് വേണ്ടി ഭക്ഷണമുണ്ടാക്കി കൊടുക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് പുണ്യം കിട്ടുമോ? ഇസ്ലാമിന്റെ വിധിയല്ല. മാഷ്ടെ അടുത്ത ചോദ്യം, മരണപ്പെട്ടവർക്ക് പുണ്യം കിട്ടാൻ വേണ്ടി മരിച്ചതിന്റെ 3-ാം ദിവസം, 7-ാം ദിവസം, 40-ാം ദിവസം, പിന്നെ ആണ്ടും അല്ലെ 2 തികയും തന്നും ഒക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ട് മരിച്ചവർക്ക് പുണ്യം കിട്ടുമോ എന്നാണ്. പുണ്യം കിട്ടുമായിരുന്നെങ്കിൽ റസൂലും സഹാബികളും അത് കാണിച്ചു തരുമായിരുന്നു. കാരണം എല്ലാ പുണ്യവും നമ്മളെ പഠിപ്പിച്ചത് ആരാ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇങ്ങനെ ഒരു പുണ്യം, മരിച്ച ആൾക്ക് പുണ്യം കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ പുണ്യകരമായിരുന്നെങ്കിൽ അത് നമുക്ക് മാതൃക കാണിച്ചു തരേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രൻ ഇബ്രാഹിം നബിയുടെ ജീവിതകാലത്താണ് മരിച്ചത്. നബിയുടെ പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ചത് നബിയുടെ ജീവിതകാലത്താണ്. മറ്റു പല ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ മരിച്ചിട്ടോ ഭക്ഷണം കൊടുക്കുന്നതിന്റെ പ്രാധാന്യം ഏറെ മനസ്സിലാക്കിയ റസൂൽ, അതിന്റെ പ്രാധാന്യം നമ്മെ പഠിപ്പിച്ച റസൂൽ 3-നോ 7-നോ 14-നോ 40-നോ ആണ്ടിനോ എന്തെങ്കിലും ഒരു സദ്യ ഉണ്ടാക്കി കൊടുത്തത് നമുക്ക് കാണാൻ സാധ്യമല്ല. മാത്രമല്ല ഇവർ പറയും ഞങ്ങളെ മദ്ഹബിലുള്ളതാണ്. മദ്ഹബിലുള്ള സുഹൃത്തുക്കളെ, ഷാഫി മദ്ഹബുകാരാണെന്നാണല്ലോ കേരളത്തിലും ലക്ഷദ്വീപിലും ഉള്ളവർ പറയുന്നത്. എന്നാൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് അല്ലുമ്മ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് എന്താ അറിയോ? വഉഹിബ്ബു ലിജീറാനിൽ മയ്യിത്തി ഔ ദി ഖറാബതിഹി അൻ യഅമലു ലി അഹ്ലിൽ മയ്യിത്തി
ഫീ യൗമി യമൂതു വലൈലതിഹി തആമൻ യുസ്ബിഉഹും ഫഇന്ന ദാലിക സുന്നത്തുൻ വദിക്റുൻ കരീം. മയ്യിത്തിന്റെ അയൽവാസികൾക്കും അടുത്ത കുടുംബങ്ങൾക്കും ഞാൻ ഇഷ്ടപ്പെടുന്നത് മയ്യിത്തിന്റെ വീട്ടുകാർക്ക് വേണ്ടി മരിച്ച അന്നും പകലും ആ രാത്രിയും ഭക്ഷണം ഉണ്ടാക്കി അങ്ങോട്ട് കൊടുക്കണം. അവർക്ക് വയറ് നിറക്കാൻ മാത്രം ഭക്ഷണം. അതാണ് നബിചര്യ, അതാണ് മാന്യമായ നടപടിക്രമം, അതാണ് വഹുവ മിൻ ഫിഅലി അഹ്ലിൽ ഖൈരി ഖബലനാ വ ബഅദനാ. നമ്മുടെ മുമ്പുള്ളവരുടെയും നല്ല ആളുകളും നമുക്ക് ശേഷമുള്ള നല്ല ആളുകളുടെയും നടപടി അതാണ്. അപ്പൊ ഇമാം ഷാഫി പറഞ്ഞത് മരിച്ച വീട്ടിലേക്ക് അങ്ങോട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്നാ. ഇപ്പൊ പാലക്കാട് ജില്ലയിലൊക്കെ ചില സ്ഥലങ്ങളിൽ ഷാഫിയാക്കൾ തന്നെ മരിച്ച അന്ന് തന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പാലക്കാട് ജില്ലയിലെ പുതുനഗരം, കൊല്ലങ്കോട്, നെന്മാറ എന്നൊക്കെ പറഞ്ഞ പ്രദേശങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ മരിച്ച അന്ന് തന്നെ സദ്യ ഉണ്ടാക്കുകയാണ്. യഥാർത്ഥത്തിൽ സദ്യ ഉണ്ടാക്കപ്പെടാ, വിരുന്നുണ്ടാക്കപ്പെടാ സന്തോഷാവസരത്തിലല്ലേ, മരിച്ച വീട്ടിൽ ദുഃഖമല്ലേ. അതുകൊണ്ട് തന്നെ ഷാഫി മദ്ഹബിലെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. തുഹഫ എന്ന ഗ്രന്ഥത്തിന്റെ 3-ാം വാല്യത്തിൽ കാണാം, വമഅതീദ മിൻ ജഅലി അഹ്ലിൽ മയ്യിത്തി തആമൻ ലിയദ്ഉവ അന്നാസ അലൈഹി ബിദ്അത്തുൻ മക്റൂഹത്തുൻ കൈജാബതിഹിം ലിദാലിക. എന്നാൽ നമ്മുടെ ഇന്ന് നടക്കുന്ന സമ്പ്രദായം മയ്യിത്തിന്റെ വീട്ടുകാർ ഭക്ഷണം ഉണ്ടാക്കുകയും എന്നിട്ട് അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്നത് വെറുക്കപ്പെട്ട ബിദ്അത്താകുന്നു, അനാചാരമാകുന്നു. പള്ളി ദർസികളിലൊക്കെ ഓതുന്ന കിതാബ് അത്. കൈജാബതിഹിം ലിദാലിക, അങ്ങനെ ക്ഷണിച്ചാൽ പോകുന്നതും ബിദ്അത്താണ്. നമ്മളെ സുഹൃത്തല്ലേ, ഇനിയിപ്പോ അതാണെങ്കിൽ പോകാതിരിക്കണ മോശല്ലേ എന്നല്ല, അങ്ങനെ പോകുന്നതും തെറ്റാണ്. ലിമാ സഹാൻ ജരീർ ബിൻ അബ്ദില്ല, കാരണം സഹാബിയായ ജരീർ റളിയല്ലാഹു അൻഹു ഇപ്രകാരം റിപ്പോർട്ട് ചെയ്തത് സഹീഹായി വന്നിട്ടുണ്ട്. എന്താണ് സഹീഹിൽ? കുന്നാ നഉദ്ദുൽ ഇജ്തിമാഅ ഇലാ അഹ്ലിൽ മയ്യിത്തി വസൻഹത തആമി ബഅദ ദഫ്നിഹി മിനൻ നിയാഹ. മരിച്ച വീട്ടിൽ ഒരുമിച്ച് കൂടുന്നതും മയ്യിത്ത് മറമാടിയ ശേഷം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതും വിരോധിക്കപ്പെട്ട നിയാഹത്തിലാണ് ഞങ്ങൾ കണ്ടിരുന്നത്. നിയാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അന്നൊക്കെ കൂലിക്ക് കരയാൻ വേണ്ടി ആളെ വിളിക്കുന്ന സമ്പ്രദായം ഉണ്ട് ജാഹിലിയ കാലത്ത്. ഈ കൂലിക്ക് കരയാൻ വേണ്ടി വരുന്നവർക്ക് മയ്യിത്തിന്റെ വീട്ടുകാർ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. അത് ഇസ്ലാം വിരോധിച്ചു. ആ ഗണത്തിലാണ് മരിച്ച വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഞങ്ങൾ കണ്ടിരുന്നത് എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നടന്നു വരുന്ന ഈ അടിയന്തരങ്ങൾ തെറ്റാണെന്ന് പള്ളി ദർസിലോത്ത ഷാഫി ഗ്രന്ഥത്തിൽ തന്നെ പറയുകയാണ്. ഇനി 4 മദ്ഹബിന്റെയും അഭിപ്രായങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്, അൽ ഫിഖ്ഹു അലൽ മദാഹിബിൽ അർബഅ. ഞാനിത് വായിക്കുന്നത് ഹദീസ് മാത്രമല്ല, മദ്ഹബിനും തെളിവില്ല എന്ന് പറയാനാണ്. അതിൽ പറയുന്നത് കേട്ടോളൂ, വമിനൽ ബിദഇൽ മക്റൂഹതി മാ യുഫ്അലുൽ ആന മിൻ ദബ്ഹി തബാഇഹി ഇൻദ ഖുറൂജിൽ മയ്യിത്തി. വെറുക്കപ്പെട്ട ബിദഅത്തിൽപ്പെട്ടതാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സമ്പ്രദായങ്ങൾ. മയ്യിത്തിനെ കൊണ്ടുപോകുമ്പോൾ ആ വീട്ടിൽ അറവ് നടത്തുക, ഒരു പശുവിനെ, മൂരിയെ, പോത്തിനെ, ആടിനെ ഒക്കെ അറുക്കുക. ഔ ഇൻദൽ ഖബരി, അല്ലെങ്കിൽ ഖബറിന്റെ അടുത്ത് വെച്ച് അറുക്കുക. ഔ ഇഅദാദു തആമി ലിമൻ യജ്തമി ലിതഅസിയ, മരിച്ച വീട്ടുകാരെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്നവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുക. വതഖദീമുഹു ലഹും, എന്നിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുക, വന്നവർക്ക് സൽക്കരിക്കുക. കമാ യുഫ്അലു ദാലിക ഫിൽ അഫറാഹി വ മഹാഫിലിസ് സുറൂരി, സന്തോഷ അവസരങ്ങളിൽ, കല്യാണം പോലെയുള്ള സന്തോഷ അവസരങ്ങളിലും ആനന്ദത്തിന്റെ സന്ദർഭത്തിലും ചെയ്യുന്നത് പോലെ അത് ബിദ്അത്താണ്, വെറുക്കപ്പെട്ട ബിദ്അത്താണ്. വൈദാ കാന ഫിൽ വറസതി ഖാസിറുൻ മൻ ദറജത്തിൽ ബുലൂഗി ഹറമ ഇഅദാദു തആമി വ തഖദീമുഹു, മരിച്ചയാളുടെ മക്കളിൽ, അനന്തരാവകാശികളിൽ പ്രായപൂർത്തിയെത്താത്ത കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് ഹറാമാണ്. എന്താ ഈ യത്തീംകുട്ടിന്റെ സ്വത്തെടുത്ത് ചെലവാക്കണതേ, അതുകൊണ്ട് അത് ഹറാമാണെന്ന് 4 മദ്ഹബിലെയും ഫിഖ് വിവരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മരിച്ചവർക്ക് ഒരു പുണ്യവും കിട്ടൂല. നമ്മൾ ചെയ്താൽ നമുക്ക് പുണ്യം കിട്ടും. ഭക്ഷണം കൊടുക്കുന്നത് പുണ്യാണ്. എപ്പോ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് വേണ്ടി കൊടുക്കണം. നമ്മൾ മരിച്ചിട്ട് നമുക്ക് പുണ്യം കിട്ടാൻ വേണ്ടി 3, 7, 14 നിശ്ചയിച്ച് ഭക്ഷണം കൊടുക്കുന്ന പതിവ് നബിയോ സഹാബത്തോ കാണിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് അത് പുണ്യം കിട്ടുമെന്ന വിചാരത്തിൽ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്, ബിദ്അത്താണ്. അതാണ് ഹദീസുകളിൽ നിന്നും മദ്ഹബി പണ്ഡിതന്മാരുടെ, ഇമാമുകളുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല, ഇസ്നഉ ലിആലി ജഅഫർ തആമൻ ഫഖദ് അതാഹും അംറുൻ യശ്ഗലുഹും, ജഅഫർ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ റസൂൽ പറയാണ്, ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിന് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. കാരണം ഭക്ഷണത്തെക്കുറിച്ച് ശ്രദ്ധിക്കാൻ പറ്റാത്തവരവസ്ഥ അവർക്ക് വന്നു ചേർന്നിരിക്കുന്നു എന്ന് റസൂൽ പറഞ്ഞു. അപ്പൊ മരിച്ച വീട്ടിൽ അന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല. മരിച്ച വീട്ടിൽ അന്നും ആ രാവും പകലും അടുത്ത വീട്ടുകാരോ അയൽവാസികളോ ഭക്ഷണം ഉണ്ടാക്കി അങ്ങോട്ട് കൊണ്ടേ കൊടുക്കണം. അവിടെ തീ മൂട്ടാൻ പാടില്ല എന്നുള്ളതാണ് ഷാഫി മദ്ഹബിൽ പോലും
പഠിപ്പിക്കുന്നത് അതിനെതിരായിട്ടാണ്. ഈ മരണസദ്യ ഉണ്ടാക്കാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതും അതിനുവേണ്ടി പണ്ഡിതന്മാര് ഈ വളരെ വാശി പിടിച്ചു പോകുന്നതും ഇതൊന്നും യഥാർത്ഥത്തിൽ ഹദീസിലോ മദ്ഹബിലോ ഉള്ളതല്ല, നമ്മുടെ നാട്ടിൽ പിൽക്കാലത്തുണ്ടായ അനാചാരങ്ങളാണ്. റമദാനിൽ നോമ്പ് നോക്കാത്ത ആളുകൾക്ക് പെരുന്നാൾ ആഘോഷിക്കാമോ? നോമ്പ് മുറിക്കുന്ന പെരുന്നാൾ എന്നാണ് അതിന് പറയാ. ഈദുൽ ഫിത്ർ. അവ നോമ്പ് വെൽക്കാത്തവന് പെരുന്നാളിൽ ഓനെന്നും പെരുന്നാൾ തന്നെയല്ലേ. അറഫ നോമ്പ്, അതായത് ഇന്ന് ഇലക്ട്രോണിക് മീഡിയയുടെ ഇതില് അറഫ ഡേ വളരെ ക്ലിയർ ആയിട്ട് ഹാജിമാരൊക്കെ അവിടെ ഹാജരാകുന്ന അതേ ആ ടൈമിൽ തന്നെ ഞങ്ങൾ ദർശിക്കുന്നുണ്ട്. ഇതിന്റെ മാസപ്പിരവിയുടെ അടിസ്ഥാനത്തില് ഇന്നുള്ള ഇതിൽ മാസപ്പിരവിയുടെ ഇത് പല സ്ഥലത്തിലും പല ഡേറ്റിലാണ് ദർശിക്കുന്നത് മാസം. അപ്പോ ഈ കടപത്തിയിലുള്ള ദിവസവും കൽപ്പീനിയും ആന്ധ്രോത്ത് ഇങ്ങനെയുള്ള പല വ്യത്യാസങ്ങൾ 3 ദിവസം വരെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ദ്വീപിൽ ഇന്ന് അറഫ ആ ദിവസം ഈ കണ്ടിട്ടും കൂടി ഞങ്ങൾ അറഫ ഡേ അടുത്ത ഇവിടെ ഒരു ദിവസത്തിൽ കണക്കാക്കിയിട്ടാണ് അറഫ ഡേ വരുന്നത്. അതിനെ തുടർച്ചയായിട്ട് തന്നെ അതൊന്ന്, അതായത് ഈ മാസപ്പിരവിയുടെ ഇതില് ഇപ്പോ ലൈലത്തുൽ ഖദ്ർ റാവ് ഒറ്റപ്പെട്ട അവസാനത്തെ 10 ഒരു രാത്രിയാണ്. അപ്പോ ഇതേ ഇതിൽ തന്നെ ഈ രാത്രി തന്നെ വരുന്നതും പല സ്ഥലത്തിനും പല ദിവസത്തിലാണ്. പക്ഷെ ഒറ്റപ്പെട്ട ഒരു രാത്രിയിൽ ഒറ്റ ഒരു ദിവസത്തിലാണ് ലൈലത്തുൽ ഖദ്റിയുടെ ഇതുള്ളത്. അപ്പോ ഏതാണ് ആ ദിവസം എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോ മക്കത്തിലുള്ള അവസാനത്തെ 10 കൽപ്പീനിയിലുള്ള 10 ഈ കടപത്തിയിലുള്ള 10 അപ്പൊ 3 10 വരുന്നുണ്ട് ഒരേ മാസത്തിൽ. അതിന്റെ ഇതിന് ഒന്ന് പറയാമോ? കാലം പുരോഗമിച്ച ഈ സമയത്ത് അറഫ നോമ്പ് അതെപ്പോഴാണ് നോക്കേണ്ടത്? ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസം മീഡിയകളിലൂടെ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുന്ന സ്ഥിതിക്ക് ആ ദിവസം തന്നെ നമുക്ക് അറഫ നോമ്പ് ആചരിച്ചുകൊണ്ട് അത് ഒരു രൂപത്തിൽ ലോകത്തെല്ലായിടത്തും ഒരേ സമയത്ത് ഐക്യദാർഢ്യത്തോടെ അറഫയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നോമ്പ് നോറ്റുകൂടെ? കാര്യം കാലം പുരോഗമിച്ചിട്ടുണ്ടല്ലോ എന്നാണ് സഹോദരൻ ചോദിച്ച ചോദ്യത്തിലെ പ്രസക്തമായ ഭാഗം. സത്യത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ കാലം പുരോഗമിക്കുന്നത് വരെ ഒരു രൂപത്തിലും കാലം പുരോഗമിച്ചു കഴിഞ്ഞാൽ മറ്റൊരു രൂപത്തിലുമാണ് എന്ന ധാരണ ഒരിക്കലും വളർത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന നിയമത്തിലാണ് ഇസ്ലാമിക നിയമങ്ങൾ സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷെ പിൽക്കാലഘട്ടത്തിൽ ചില ആളുകൾ ഐക്യദാർഢ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പുരോഗതികൾ എത്തിയ ഈ നൂറ്റാണ്ടിന് മുമ്പ് വരെ ജീവിച്ച ആളുകൾ, ആ ആളുകൾ സ്വീകരിച്ച നിലപാടിന് വിപരീതമായിക്കൊണ്ട് കേവലം ഐക്യദാർഢ്യം പേര് പറഞ്ഞുകൊണ്ടാണ് അറഫ ദിവസം ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന അതേ ദിവസം തന്നെ നമുക്ക് നോക്കാം എന്ന ധാരണയിലെത്തിയിട്ടുള്ളത്. സത്യത്തിൽ ഇങ്ങനെ ഒരു നിലപാട് ഇസ്ലാമിലില്ല എന്ന് മാത്രമല്ല, മഹദി ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറഫ നോമ്പിനെ സംബന്ധിച്ച് ചോദിക്കുകയും എന്നാണ് അറഫ നോമ്പ് നോക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കുകയും ചെയ്ത സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു നമുക്ക് കാണാം, അത് ദിൽഹിജ്ജ 9-നാണ്. ദിൽഹിജ്ജ 9-നാണ് ആ അറഫ നോമ്പ് നോക്കേണ്ടത്. അപ്പൊ ദിൽഹിജ്ജ 9 ഏത് കാലഘട്ടം അല്ലെ ഏതൊരു സമൂഹത്തിൽ ജീവിക്കുന്നവരായിരുന്നാലും, ഏത് കാലത്തിൽ ഏത് സമയത്ത് ഏത് പ്രദേശത്ത് ജീവിക്കുന്നവരായിരുന്നാലും അവർ അറഫ നോമ്പ് നോക്കേണ്ടത് എപ്പോഴാണ്? അവർക്ക് എപ്പോഴാണ് ദുൽഹിജ്ജ 9? ആ ദുൽഹിജ്ജ 9-നാണ് അവർ അറഫ നോമ്പ് നോക്കേണ്ടത്. പിന്നെ ഒരു പ്രശ്നമുള്ളത്, അങ്ങനെ വരുമ്പോൾ അറഫ എന്ന് പറയുന്ന നോമ്പ് അല്ലെങ്കിൽ അറഫ ദിവസം വ്യത്യസ്ത രൂപത്തിൽ പല ഈ ദ്വീപിൽ തന്നെ 3 അവസ്ഥകളിലായിക്കൊണ്ട് ആചരിക്കപ്പെടുന്നു എന്നതാണ്. സത്യത്തിൽ ഇവിടെ നമുക്ക് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ചന്ദ്രമാസത്തിന്റെ അടിസ്ഥാനത്തിൽ
തയ്യാറാക്കപ്പെട്ട നിലക്ക് കാര്യങ്ങൾ വിലയിരുത്തുവാനും അതുപോലെ തന്നെ മാസങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാനുമുള്ള സംവിധാനങ്ങളുണ്ട്. ഓരോ മാസവും അതിന്റെ 1-ാം തീയതി എന്നാണ് 2-ാം തീയതി എന്നാണ് എന്ന് മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് നമുക്കുണ്ട്. ഇന്നല്ല എക്കാലഘട്ടത്തിലും അതുണ്ടായിട്ടുണ്ട്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഹിജ്റ കലണ്ടർ അതിന്റെ വളരെ വ്യക്തമായ പ്രകടമായ രൂപം പുറത്തു വന്നത് മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ ആളുകളും അറബി മാസം കണക്കാക്കിയത് ആ രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തർക്ക് തോന്നിയതുപോലെ എന്ന അടിസ്ഥാനത്തിലല്ല, ഈ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ മാസം കണക്കാക്കുകയും ആ കണക്കാക്കിയ മാസത്തിൽ നിശ്ചയിക്കപ്പെട്ട അനുഷ്ഠാനങ്ങൾ ആ മാസത്തിലെ ഏത് ദിവസവുമായിട്ടാണോ നമുക്ക് ബന്ധപ്പെട്ട് വരുന്നത് ആ ബന്ധപ്പെട്ട നിലക്ക് തന്നെ അത് നിർവഹിക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത. അപ്പൊ പിന്നൊരു പ്രശ്നം, ലൈലത്തുൽ ഖദർ, ആ ലൈലത്തുൽ ഖദർ ഒരു ദിവസമല്ലേ ഉള്ളൂ. അപ്പോ ആ ഒരു ദിവസമുള്ള ലൈലത്തുൽ ഖദർ അന്ന് തന്നെ എല്ലാവർക്കും കിട്ടണ്ടേ എന്നാണ് ചോദ്യം. ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റമദാനിലെ അവസാനത്തെ ഭാഗത്ത് നിങ്ങൾ നോക്കണമെന്നും റമദാനിലെ മുഴുവൻ സമയങ്ങളും നിങ്ങൾ അത് അന്വേഷിക്കണമെന്നുമൊക്കെ ഹദീസുകളിൽ കാണാം. അപ്പോ റമദാനിലെ അവസാന ഭാഗത്താണ് ലൈലത്തുൽ ഖദർ ഉള്ളത്. അവസാന ഭാഗത്തുള്ള ലൈലത്തുൽ ഖദർ ഒരു മനുഷ്യൻ പ്രതീക്ഷിക്കുകയും അതുപോലെ തന്നെ ആ ദിവസവും അവന്റെ ഇബാദത്തുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അവന്റെ ആ ദിവസത്തിൽ അവൻ ചെയ്ത ലൈലത്തുൽ ഖദറുമായി ഒത്തിണങ്ങി വന്ന ആ ദിവസത്തിൽ ചെയ്ത പുണ്യം, ആ പുണ്യത്തിന് വ്യക്തമായും 1000 മാസത്തെ പ്രതിഫലം നൽകപ്പെടുമെന്നും ഖുർആൻ പറഞ്ഞതാണ്. ഇത് റമദാനിലെ അവസാനത്തെ 10 എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു ദിവസത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടല്ല, റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങൾ, ആ ദിവസങ്ങളിൽ അത് പ്രതീക്ഷിക്കാം. ആ ദിവസങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ റമദാനിലെ അവസാനത്തെ 10 ഏതൊരാൾക്കും എപ്പോഴാണോ ആ സമയത്താണ് നോക്കേണ്ടത്. അല്ലാതെ ഇന്നിവിടെ പെരുന്നാളാണ്, വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇന്ന് നോമ്പാണ് എങ്കിൽ ആ പെരുന്നാളിന്റെ ദിവസം അവിടെ നോമ്പാണ്, അതുകൊണ്ട് അവിടെ ലൈലത്തുൽ ഖദർ ഉണ്ടായേക്കാം എന്ന നിലക്ക് ഈ പെരുന്നാൾ ദിവസം നോമ്പ് പിടിക്കാൻ ഒരിക്കലും നമുക്ക് അവകാശമില്ല. ബുദ്ധിയുടെ മാനദണ്ഡത്തിൽ ഇന്നെങ്ങാണ് ലൈലത്തുൽ ഖദർ ആയാലോ എന്ന് വിചാരിച്ചിട്ട് പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസം നമ്മൾ നോമ്പ് നോക്കാൻ അനുവാദമുണ്ടോ? അനുവാദമില്ല. നമുക്ക് റമദാനിലെ അവസാനത്തെ 10 ഏതാണോ ആ റമദാനിലെ അവസാനത്തെ 10 ആ 10-ൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക. പിന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പടച്ചതമ്പുരാൻ നൽകിയ ചില ന്യൂനതകളും ഈ ലോകത്തിലുള്ള ചില ന്യൂനതകൾ ഇപ്പൊ നമുക്കറിയാം. ഇവിടെ ഈ ഐക്യദാർഢ്യവും പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അറഫയിൽ ഹാജിമാർ നിൽക്കുന്ന സമയം വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൽ രാത്രിയായിരിക്കും. അപ്പൊ ഇവൻ വിചാരിക്കണം അറഫയിൽ നിൽക്കുന്ന ഹാജിമാർ നിൽക്കുന്ന സമയത്താണല്ലോ നോമ്പ് നോക്കേണ്ടത്. അപ്പൊ ഹാജിമാര് അറഫയിൽ നിൽക്കുന്ന ആ സമയത്താണ് നോമ്പ് നോക്കേണ്ടത് എന്നതുകൊണ്ട് തന്നെ ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് രാത്രിയാണ്, അതുകൊണ്ട് പകലത്തെ നോമ്പ് മാറ്റി നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി രാത്രി നോമ്പ് പിടിക്കാമെന്ന ഹുക്കുമ കണ്ടെത്തിയാൽ അത് സ്വീകരിക്കാൻ നമുക്ക് പറ്റില്ല. ഇതുപോലെ തന്നെയാണെന്ത്, രാത്രി നമുക്ക് നോമ്പ് നോക്കൽ ഈ ഐക്യദാർഢ്യത്തിന്റെ അടിസ്ഥാനത്തിലോ കാലം പുരോഗമിച്ചുവെന്ന അടിസ്ഥാനത്തിലോ നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റില്ല എന്നതുപോലെ തന്നെയാണ് ഏത് ഇപ്പറഞ്ഞ രൂപത്തില് നമ്മെ സംബന്ധിച്ചിടത്തോളം അറഫ നമ്മുടെ ദുൽഹിജ്ജ 9, ആ ദുൽഹിജ്ജ 9 മാറ്റിവെച്ചുകൊണ്ട് ദുൽഹിജ്ജ 8-ന് നോമ്പ് നോക്കുകയും ഒരു ദിവസം വെറുതെ ഇരിക്കുകയും അത് കഴിഞ്ഞ് പിന്നെ പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലുമുള്ളത് എന്നാണ് സംക്ഷിപ്തമായതിനെ സംബന്ധിച്ച് വിശദീകരിക്കാനുള്ളത് എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. എന്റെ പേര് മുസ്തഫ, ഞാൻ ആന്ധ്രപ്രദേശാണ്. എന്റെ ചോദ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന തൗഹീദ് ഉൾക്കൊണ്ട ഒരു മുസ്ലിം വ്യക്തി അല്ലാഹു ആദരിച്ച ബഹുമാനിച്ച വ്യക്തികളെ അവർക്ക് സമദിയത്ത് കൽപ്പിക്കാതെ അഥവാ സ്വയം പര്യാപ്തത കൽപ്പിക്കാതെ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാവുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹോദരന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിക്കുന്ന ഒരാൾ അമ്പിയാക്കളോടും ഔലിയാക്കളോടും അവർക്ക് സമദിയത്ത് കൽപ്പിക്കാതെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അതിന്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നതാണ് ചോദ്യകർത്താവിന്റെ ചോദ്യത്തിലെ ആകത്തുക. തീർച്ചയായും ഈ കാലഘട്ടത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യവും ഒരു സബ്ജക്റ്റുമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അമ്പിയാക്കൾക്കും മൗലിയാക്കൾക്കും
സമദിയത്ത് കൽപ്പിക്കാതെ അഥവാ സ്വയം പര്യാപ്തത കൽപ്പിക്കാതെ എല്ലാ കഴിവും അവർക്കുണ്ട്, അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിനെ പോലെ സ്വയം പര്യാപ്തത ഉള്ളവരാണ് അമ്പിയാക്കൾ, ഔലിയാക്കൾ എന്ന് വിശ്വസിക്കാതെ അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്ന് വിചാരിച്ചാൽ അതിൽ ശിർക്ക് വരുമോ എന്നാണ് ചോദ്യത്തിന്റെ ആകത്തുക. ഇവിടെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിലാണ് നമ്മൾ വിഷയങ്ങളെ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ ഇസ്ലാമിക പ്രബോധകനായി നിയോഗിക്കുമ്പോൾ അറബ് ജനത അല്ലാഹു ഇല്ല എന്ന് വിശ്വസിച്ച ആളുകളായിരുന്നില്ല. എല്ലാ അർത്ഥത്തിലും അല്ലാഹുവിനെ ഉൾക്കൊണ്ട, എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഇസ്ലാമിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ റസൂലുള്ള പഠിപ്പിച്ച അർത്ഥത്തിൽ അള്ളാഹുവിനെ ഇലാഹായി അംഗീകരിക്കാത്തവരായിരുന്നു. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവാണ് ആകാശത്തെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് ഭൂമിയെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് മഴ ചൊരിയുന്നത്, അള്ളാഹുവാണ് നമ്മെ ജീവിപ്പിക്കുന്നത്, അള്ളാഹുവാണ് നമ്മെ മരിപ്പിക്കുന്നത് എന്നൊക്കെ വിശ്വസിച്ചിരുന്ന ആളുകളായിരുന്നു അവർ. അതോടൊപ്പം അള്ളാഹു അല്ലാത്തവരെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കപ്പെടുന്ന മഹാന്മാരായ ആളുകൾ, വദ്, ലാത്ത, ഉസ, മനാത്ത തുടങ്ങിയിട്ടുള്ള ആളുകൾ, അവരൊക്കെ സ്വയം പര്യാപ്തരാണ്, അള്ളാഹുവിനെ പോലെ തുല്യ കഴിവുള്ള ആളുകളാണ് എന്ന് മക്കയിലെ ഒരൊറ്റ മുശ്രിക്കും വിശ്വസിച്ചിരുന്നില്ല. അതിന് ഏറ്റവും പ്രസിദ്ധമായ തെളിവുകൾ വിശുദ്ധ ഖുർആനിലെ അനവധി ആയത്തുകളാണ്. അതുപോലെ തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള പരാമർശങ്ങളാണ്, ചരിത്രത്തിലും വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ നാം മനസ്സിലാക്കണം, വിശുദ്ധ ഖുർആൻ പറയുന്നത് വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ, അള്ളാഹുവിൽ അധിക ജനങ്ങൾ വിശ്വസിക്കുന്നില്ല അവനിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ. അഥവാ അള്ളാഹുവിൽ അവർ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ശിർക്ക് ചെയ്തുകൊണ്ടുള്ള, ശിർക്ക് കലർന്നുകൊണ്ടുള്ള ഒരു വിശ്വാസമാണ് അവർക്കുണ്ടായിരുന്നത് എന്ന് ഖുർആൻ 12-ാം അധ്യായം സൂറത്ത് യൂസുഫ് 6-ാമത്തെ സൂക്തത്തിൽ പറയും. പിന്നെ മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നതാവട്ടെ വിശുദ്ധ ഖുർആൻ പറയുന്നത് വയഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലായി ശുഫആഉനാ ഇൻദല്ലാഹ്. ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസ് 18-ാമത്തെ സൂക്തമാണ്. അവർ പറയുന്നത് വയഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും, ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ആളുകളെ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നില്ല, എങ്ങനെയായിക്കൊണ്ടല്ലാതെ വയഖൂലൂന ഹൗലായി ശുഫആഉനാ ഇൻദല്ലാഹ്, ഹൗലായി ശുഫആഉനാ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുത്ത് ഇവർ ഞങ്ങളുടെ ശുപാർശകരാണ് എന്ന നിലക്കാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഈ മഹാന്മാരായ ആളുകൾ ശുപാർശകരാണ്. അപ്പൊ അള്ളാന്റെ അടുക്കൽ ശുപാർശകർ, അവർ സ്വയം പര്യാപ്തരല്ല, പടച്ചോന്റെ അടുത്ത് അവർ ശുപാർശ നൽകും. ഈ വിശ്വാസമായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾക്കുണ്ടായി. ഇതേ വിശ്വാസം ഇന്ന് മുസ്ലിം സമൂഹത്തിൽ, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം സമൂഹത്തിൽ ഇതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാണാം, അലാലില്ലാഹി ദീനുൽ ഖാലിസു വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. ഖുർആനിലെ 39-ാം അധ്യായം സൂറത്തു സുമർ 3-ാമത്തെ സൂക്തമാണ്. അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചിട്ടുള്ള ആളുകൾ, അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചിട്ടുള്ള ആളുകൾ എന്ന് അള്ളാഹു പറയും. അവിടെ അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ച ആളുകൾ എന്താ പറയുന്നത്? മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല. അഥവാ ഇവർ ചെയ്യുന്നത് പടച്ചവനിലേക്ക് ഞങ്ങളെ അടുപ്പിക്കലാണ്, അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അഥവാ അള്ളാഹുവിനെ പോലെ ഒരു അള്ളാഹുവാണിവർ, അള്ളാഹുവിനെ പോലെ ഒരു ശക്തിയാണിവർ എന്നവരാരും വിശ്വസിച്ചിരുന്നില്ല. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മക്കാ മുശ്രിക്കുകളുടെ തൽബിയത്ത് നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. എന്നിട്ട് അവർ പറയുന്നു, റസൂൽ അപ്പൊ തന്നെ അവരോട് പറയുന്നു, മതി മതി, നിങ്ങൾ ആ പറഞ്ഞത് അവിടെ അവസാനിപ്പിച്ചോ, ബാക്കി നിങ്ങൾ പറയാൻ പാടില്ല. എന്തായിരുന്നു അവരുടെ ബാക്കി ഭാഗം? ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. പടച്ചവനെ, നിനക്ക് ചില കൂറുകാരുണ്ട്, നിനക്ക് ചില പങ്കുകാരുണ്ട്. ആ പങ്കുകാരുടെ പ്രത്യേകത എന്താണ്? അവർക്ക് എന്തൊക്കെ കഴിവുണ്ടോ അതൊക്കെ നീ കൊടുത്തതാ, അവരെന്തൊക്കെ ഉടമപ്പെടുത്തിയിട്ടുണ്ടോ അതൊക്കെ നീ കൊടുത്ത കഴിവാണ്, നീ കൊടുത്തതാണ് എന്നാണ് അവർ പറയുന്നത്. ആ വിശ്വാസത്തെയാണ് ശിർക്ക് എന്ന് പ്രവാചക തിരുമേനി വിളിക്കുന്നത്. അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന്, അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് അവർ ചോദിച്ചത്, അല്ലാതെ അവർക്ക് സ്വയം പര്യാപ്തതയുണ്ട് എന്നല്ല. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അമുസ്ലിങ്ങൾ പോലും അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദേവീ ദേവന്മാർക്ക് സ്വയം പര്യാപ്തതയുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ഹൈന്ദവനോട് ചോദിച്ചു നോക്കൂ, ഹിന്ദുധർമ്മ പരിചയം എന്ന് പറഞ്ഞ്
ഹൈന്ദവർ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട്. കെ പരമേശ്വരൻ പിള്ളയാണ് അതിന്റെ ഓദർ. അതിൽ ഒന്നോ പലതോ എന്ന് പറഞ്ഞിട്ടൊരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ അദ്ദേഹം പറയാണ്, ദേവീദേവന്മാരെ, ഒരു ദേവീദേവന് പോലും ഒരു പുൽക്കൊടി പോലും ദൈവത്തിന്റെ അള്ളാഹുവിന്റെ കഴിവില്ലാതെ ഒരു പുൽക്കൊടി പോലും ചലിപ്പിക്കാൻ സാധ്യമല്ല. അപ്പൊ ഹൈന്ദവരുടെ വിശ്വാസം പോലും ഒരു ദേവിയോട് പ്രാർത്ഥിക്കുമ്പോൾ, ഒരു ദേവനോട് പ്രാർത്ഥിക്കുമ്പോൾ അവർ സ്വയം പര്യാപ്തരാണ് എന്നവരാരും വിശ്വസിച്ചിട്ടില്ല. മറിച്ച് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് എന്നാണ് അവരൊക്കെ വിശ്വസിച്ചിരുന്നത്. അത് ശിർക്കായിട്ടാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. പിന്നെ കൊടുത്ത കഴിവിൽ നിന്ന് ചോദിച്ചൂടേന്നാ. ആ ചോദ്യം തന്നെ ഇസ്ലാമിക വിരുദ്ധമാണ്. കാരണം അള്ളാഹു അമ്പിയാക്കൾക്ക് കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കാം എന്ന് വിശുദ്ധ ഖുർആൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു പ്രവാചകനെ സംബന്ധിച്ച്, അവരുടെ മുഅ്ജിസത്തിനെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് അള്ളാഹു പറഞ്ഞിട്ടില്ല, ഞാൻ എന്റെ പ്രവാചകന്മാർക്ക് ഇത്രയെത്ര മുഅ്ജിസത്തുകൾ കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് നിങ്ങൾ ചോദിച്ചോളൂ, അതിൽ കുഴപ്പമില്ല, എന്നോട് ചോദിക്കുന്നത് പോലെ നിങ്ങൾ അവരോട് ചോദിച്ചോളൂ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മൂസാ നബിക്ക് 9 മുഅ്ജിസത്തുകൾ നൽകി. 9 മുഅ്ജിസത്തുകൾ. ഏതെങ്കിലും ഒരു മുഅ്ജിസത്ത് കൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ? അവരുടെ അനുയായികൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികളിൽ ഫിറൗനിന്റെ ഭാര്യ ആസിയ ബീവിയെ നമ്മൾ കാണുന്നുണ്ട്. ഈ 9 മുഅ്ജിസത്ത് കൊടുത്തു എന്നുള്ള നിലക്ക് മൂസാ നബിയോട് ഒരു ദ്വേരക്കുണ്ടോ? പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇവിടുത്തെ പോലെ ബദരീങ്ങളെ കാക്കണേ, മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് മരിച്ചുപോയവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് പോലെ അവരാരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല എന്നാണ് ഖുർആൻ പറയുന്നത്. 66-ാം അധ്യായം സൂറത്ത് തഹ്രീം 11-ാമത്തെ സൂക്തത്തിൽ പറയുന്നത്, വലറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത വലറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ബിനി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ആസിയ ബീവി പ്രാർത്ഥിക്കുന്ന പടച്ചവനോടാണ്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടല്ല. ഇനി കൊടുത്ത കഴിവ് എന്ന് പറയുമ്പോൾ സാധാരണക്കാർ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, ഇത് നമ്മുടെ അഖീദയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ടാണ് ഇത് പറയുന്നത്. നിങ്ങൾക്കറിയാം, ആനക്ക് അല്ലാഹു മരം വലിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. ആനക്ക് അല്ലാഹു മരം വലിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, ആനക്ക് അല്ലാഹുവാണ് ആ കഴിവ് കൊടുത്തത്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ കൂപ്പുകളിൽ മരം ചുമക്കാൻ വേണ്ടി നമ്മൾ ആനയെ ഉപയോഗിച്ചിരുന്നു മുമ്പ്. ഇന്ന് കുറവാണ്. ഇന്ന് അതിനു പകരം മറ്റ് യന്ത്രങ്ങൾ വന്നതുകൊണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരാള് ആനയെ സമീപിച്ചിട്ട് പറയാൻ, ആനയാനെ മരം വലിക്കാനുള്ള കഴിവ് അള്ളാഹു നിനക്ക് തന്നതാണ്, ഞാനത് അംഗീകരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് എന്റെ പല്ലിന് ഒരു തേക്ക് തടിയെങ്കിലും വലിക്കാനുള്ള കഴിവ് നീ തരണം, അല്ല വന്ന കഴിവാണ് എന്ന് ദുനിയാവിൽ ആരെങ്കിലും പറയോ? ആരും പറയില്ല. നന്നായി ഗാനം ആലപിക്കുന്ന ഒരാളോട് അയാളുടെ തൊണ്ട കൊഴിഞ്ഞിട്ട് ഇതൊക്കെ പഠിച്ചോ നന്നെ നന്നായി പാടാൻ ഒരു പാതി കഴിവ് നിങ്ങൾ എനിക്ക് തരൂ എന്ന് പറയാൻ കഴിയോ? ഇല്ല എന്നതാണ് സത്യം. അത് ചരിത്രപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാമിക പ്രബോധനത്തെ തടുക്കാൻ വേണ്ടി നജറാനിൽ നിന്ന് ക്രിസ്ത്യാനികൾ വന്നപ്പോ അവർ പ്രസംഗിച്ചു. പ്രസംഗത്തിന് കഴിവുള്ള ആളെ കൊണ്ട് റസൂലുള്ളാഹി മറുപടി കൊടുപ്പിച്ചു. അതുപോലെ കവിത ചൊല്ലിയപ്പോൾ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു പറഞ്ഞു, നബിയെ ഞാൻ കവിത ചൊല്ലിക്കോളാം. റസൂലുള്ളാഹിക്ക് അറിയാം അലി റളിയല്ലാഹു അൻഹു കവിതയിൽ പ്രാവീണ്യമുള്ള ആളല്ല, സംഗതി തന്റെ മരുമോനാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ഹസ്സാൻ ഇബ്നു സാബിത്തിനോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലിനെ ആയുധം കൊണ്ട് സഹായിക്കുന്നവർക്ക് എന്തുകൊണ്ട് നാവ് കൊണ്ട് സഹായിച്ചുകൂടാ? ഇവിടെ നമ്മൾ കാണുന്നത് ഹസ്സാൻ ഇബ്നു സാബിത്തിന്റെ കഴിവ് അല്ലാഹ് കൊടുത്തതും അദ്ദേഹം വിചാരിക്കുമ്പോൾ ഉപയോഗിക്കാൻ കഴിയുന്നതുമാണ്. അത്ര തന്നെ കഴിവ് അലി റളിയല്ലാഹു അൻഹുവിനില്ല. അതുകൊണ്ട് മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ വിജയത്തിന് വേണ്ടി ഹസ്സാൻ ഇബ്നു സാബിത്തിന്റെ കഴിവ് ഉപയോഗപ്പെടുത്തുന്നു. നമുക്കറിയാം, സുന്നി സമൂഹം പേരോട് ഉസ്താദിന് ഉപയോഗിക്കുന്നത് പോലെ മറ്റു ഉസ്താദുമാർ ഉപയോഗിക്കാത്തത് ഏറ്റവും കൂടുതൽ ദുർവ്യാഖ്യാനിക്കാനും മനുഷ്യനെ വിദേഹത്തിലേക്ക് നയിക്കാനും കഴിവും വാചാലതയുമുള്ളത് പേരോടിനാണ് എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ ആ കഴിവ് തിരിച്ച് ഓരോരുത്തരിലേക്ക് അല്ലെങ്കിൽ അവർ ഇച്ഛിക്കുന്ന പ്രകാരം ഓരോരുത്തർ കൊടുക്കാൻ കഴിയുന്നതല്ല. പടച്ച തമ്പുരാൻ കഴിവ് കൊടുത്തവരുണ്ട്, കഴിവ് കൊടുക്കാത്തവരുണ്ട്, അതൊക്കെ സത്യമാണ്. പക്ഷേ കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിശുദ്ധ ഖുർആനിലെ ഒറ്റ സൂക്തത്തിലും പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല, ഒരു നബിയുടെ അനുയായികളും ആ പ്രവാചകന്റെ കാലശേഷം ഈ അമ്പിയാക്കൾ കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കാം എന്ന് മനസ്സിലാക്കിയതോ ആ മനസ്സിലാക്കി എന്നതിനെ ഖുർആൻ ഉദ്ധരിക്കുകയോ ചെയ്തിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ് ഈ കാലത്തുള്ള മുസ്ലിങ്ങൾക്കിടയിലാണ് ഇவ்விധത്തിലുള്ള ചോദ്യം ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ മുസ്ലിം സമൂഹം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയാകട്ടെ ആരാധനയാണ്. അത് അള്ളാഹു അല്ലാത്തവരോട് നടത്താൻ പാടില്ല, അത് ശിർക്കാണ്. സുന്നികളുടെ തന്നെ കിതാബിൽ നിങ്ങൾക്കറിയാം, സമസ്തയുടെ സ്ഥാപക നേതാവായിരുന്ന റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരുടെ അൽ ഖൗലു സദീദ് എന്ന പുസ്തകത്തിന്റെ 100-ാം പേജിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപക നേതാക്കളിൽപ്പെട്ട ഒരാളാണ് റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ. അദ്ദേഹം ഈ പുസ്തകത്തിന്റെ 100-ാമത്തെ പേജിൽ പറയാണ്, ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു തരാം. അല്ലാഹു അല്ലാത്ത ഏതൊരു വസ്തുവിനെയും, അത് നബിയാവട്ടെ
വലിയാവട്ടെ കല്ലാവട്ടെ മരമാകട്ടെ ആരാധിക്കുന്നതും അതിനോട് പ്രാർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമും ഇല്ല. അപ്പൊ അമ്പിയാക്കളോടുള്ള പ്രാർത്ഥന എന്താ? ശിർക്കാണെന്നാണ് റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ മനസ്സിലാക്കുന്നത്. പക്ഷേ കാലം ഇങ്ങനെ പോയപ്പോ മുജാഹിദുകളെ തോൽപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് നടത്താം, അതിന് കുഴപ്പമില്ല എന്ന് സൂചിപ്പിക്കാനുണ്ടായത്. അപ്പോൾ അള്ളാഹു അല്ലാത്ത ഏതൊരു വസ്തുവിനെയും, അത് നബിയാവട്ടെ വലിയാവട്ടെ കല്ലാവട്ടെ മരമാകട്ടെ, അതിനോട് ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമും ഇല്ലാന്നാണ്. അപ്പൊ പ്രാർത്ഥന അത് അള്ളാഹു അല്ലാത്തവരോട് നടത്തിയാൽ ശിർക്കാണ്. ഇവിടെ നേരത്തെ ചോദ്യത്തിൽ വന്നിട്ടുള്ള ചോദ്യകർത്താവിന്റെ ചോദ്യത്തിൽപ്പെട്ട കാര്യവും അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് അത് ശിർക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്റെ പേര് ജമാലുദ്ദീൻ, അഗത്തി ദ്വീപാണ്, മുജാഹിദ് പ്രവർത്തകനാണ്. എന്റെ ചോദ്യം മാസപ്പിറവിയെ കുറിച്ചുള്ളതാണ്. ഈ കഴിഞ്ഞ പെരുന്നാൾ ദിവസം യാദൃശികമായിട്ട് പെരുന്നാൾ ആശംസകൾ അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലക്ഷദ്വീപ് സമൂഹത്തിലെ ദ്വീപിലേക്ക് ഫോൺ വിളിച്ചപ്പോൾ അവിടെ നാളെ പെരുന്നാളിൽ നിന്ന് പറഞ്ഞപ്പോൾ സഹിയായ ഹദീസുകൾ നിലനിൽക്കുന്ന വെളിച്ചത്തിൽ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങളുടെ ദ്വീപിൽ നാളെ പെരുന്നാൾ ആഘോഷിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഒന്നും ഉത്തരം പറയാൻ പറ്റിയില്ല. അപ്പൊ അതിനെക്കുറിച്ച് പണ്ഡിത സമൂഹം എനിക്ക് ഉത്തരം തരണമെന്ന് ഇസ്ലാമിലെ 2 ആഘോഷങ്ങളുണ്ട്. വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളുമാണ്. ലോകത്ത് ഇന്ന് വരെ അതെങ്ങനെയാണ് തീരുമാനിക്കപ്പെടേണ്ടത് എന്ന വിഷയത്തില് നമ്മെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വീക്ഷണം നിലനിൽക്കുന്നു എന്നതുകൊണ്ട് ആ വിഷയത്തിൽ തർക്കിക്കേണ്ടതില്ല. മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പെരുന്നാൾ തീരുമാനിക്കേണ്ടത്. പക്ഷെ അതിന് ഒരു ഔദ്യോഗിക രൂപം നിലവിൽ വരുത്തിയതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഹിലാൽ കമ്മിറ്റി. ആ ഹിലാൽ കമ്മിറ്റി വളരെ വ്യക്തമായും ഗോളശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസിനെ മുൻനിർത്തി, ഹദീസിന് വിരുദ്ധമാകാത്ത നിലക്ക്, അതുപോലെ തന്നെ ഇജ്മാഇന് വിരുദ്ധമാകാത്ത നിലക്ക് വളരെ വ്യക്തമായി പെരുന്നാളുകൾ പ്രഖ്യാപിക്കാറുള്ളത്. ആ വ്യക്തമായ നിലപാട് മാസപ്പിറവിയുടെ മാസപ്പിറവിയുടെ കാര്യത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഹിലാൽ കമ്മിറ്റി നൽകുന്ന നിർദ്ദേശങ്ങൾ ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം അത് അന്ധമായി അനുകരിക്കുക എന്നത് ഒഴിവാക്കി അയാൾക്ക് ആ നിലയിൽ ഏതെല്ലാം മാർഗം ഉപയോഗിച്ചുകൊണ്ട് അന്വേഷിക്കാമോ ആ നിലക്ക് അന്വേഷണം നടത്തിയും തീരുമാനിക്കുന്ന രൂപത്തിലാണ് സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത്. ഈ നിലക്ക് നൽകപ്പെടുന്ന നിർദ്ദേശം ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശത്തിന് സ്വീകരിക്കൽ ബാധ്യതയാണ്. ദ്വീപ് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വളരെ വ്യക്തമായി ഷാഫി ഫിഖിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കിഴക്കുള്ള ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള നിലപാട് പടിഞ്ഞാറിന്റെ ആളുകളും സ്വീകരിക്കണം എന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഹിലാൽ കമ്മിറ്റി ഈ വിഷയത്തിലുള്ള തീരുമാനം അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഏകീകൃതമായി പോവുക എന്നതാണ്. പിന്നെ നമ്മുടെ നാടിനെ സംബന്ധിച്ചുള്ള പ്രത്യേകത, ഏത് പ്രദേശത്തും ഒരാൾ വിചാരിച്ചാൽ പെരുന്നാൾ മാറ്റാൻ പറ്റും. 3 ആൾക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് വേറെ 3 അനുയായികളുണ്ട് എങ്കിൽ ഓൻ പറയാണ്, എന്റെ നേതാവ് പറയാണ്, ഇന്ന് നമുക്ക് പെരുന്നാൾ മാറ്റി വെക്കാം, നമുക്ക് നാളെ ആക്കാന്ന് പറഞ്ഞാൽ അവിടെ പെരുന്നാൾ 2ആയി. മനസ്സിലായില്ലേ? പിന്നെ ഖാദി വ്യവസ്ഥ, ഇന്ത്യൻ നിയമത്തിൽ ഉണ്ടായിരുന്നതും പിൽക്കാലഘട്ടത്തിൽ എടുത്തു മാറ്റപ്പെടുന്നതുമായ ഖാദി വ്യവസ്ഥ, ആ വ്യവസ്ഥ വന്നതോടുകൂടി ഓരോ പ്രദേശത്തിന്റെയും തീരുമാനം ഈ നിലക്ക് തീരുമാനിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയും പലപ്പോഴും പലയിടത്തും വളരെ ശക്തമായ ചില സ്വാധീനങ്ങൾ ഇതിന്റെ പേരിൽ ചെലുത്തുകയും ചെയ്തിട്ടുണ്ട്. അതും ഈ പെരുന്നാളുകൾ രണ്ടാകുന്ന വിഷയത്തിൽ വന്നിട്ടുണ്ട്, രണ്ടാക്കുന്ന വിഷയത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൽ തീരുമാനിക്കാനുള്ളത്, ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നിലപാട് വ്യക്തമാക്കാനുള്ളത് വളരെ ശക്തമായി ഈ രൂപത്തിൽ ഈ ഹിലാൽ കമ്മിറ്റി വളരെ വ്യക്തമായത് ദ്വീപുകാർക്ക് കൂടി അവരെ കൂടി പരിഗണിച്ചിട്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനം അവിടെ നിലനിൽക്കുന്നത്.
ആ നിലക്ക് ഹിലാൽ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ നിലക്ക് കാര്യങ്ങൾ തീരുമാനിക്കാവുന്നതാണ്. ഗോളശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ നിലപാടുകളും ആ വിഷയത്തിലുള്ള ഇസ്ലാമിക നിലപാടുകളും അനുസരിച്ചുകൊണ്ടാണ് ഹിലാൽ കമ്മിറ്റി നിലകൊള്ളുന്നത്. അതുകൊണ്ട് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളോടും പറയാനുള്ളത് അതിനെക്കുറിച്ച് പഠിക്കാനും അന്വേഷിക്കാനും ആ നിലക്ക് നമുക്കിടയിൽ നിലനിൽക്കുന്ന ഏതെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുമാണ്. വളരെ വ്യക്തമായി ആ വിഷയത്തെ നമ്മൾ കാണണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ആൾക്കാരിൽ കണ്ടുവരുന്ന ഒരു കാഴ്ച, നമസ്കാര സമയത്ത് പോലും തല മറക്കുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തല മറക്കാത്ത വ്യക്തികളെ സാക്ഷിക്ക് പോലും നിർത്തുവാൻ പാടില്ല എന്ന് ഉദ്ധരിച്ചിട്ടുണ്ടെന്നുള്ളത് പല പണ്ഡിതന്മാരും പറഞ്ഞു കേട്ടതാണ്. എന്നാൽ മക്ക മദീന, മക്കയിലെ മുജാഹിദ് ഭരണമാണ്. അവിടെ പലരും എന്നുവേണ്ട ആ മുജാഹിദ് ഭരണത്തിന്റെ ആൾക്കാർ മുഴുവൻ തലമറക്കുകയും കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ മുജാഹിദീങ്ങളിൽ തന്നെ 1% പേർ മറക്കുന്നതും ഭൂരിപക്ഷം പേര് അത് തിരസ്കരിക്കുന്നതുമായി കാണുന്നുണ്ട്. എന്താണ്